ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും എൻ്റെ കുടുംബത്തിൽ വരാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്നെ ശുശ്രൂഷിക്കാൻ വിളിക്കുമ്പോൾ വലിയ ഔപചാരികതയൊന്നും വേണ്ട, അന്ന് ശുശ്രൂഷിക്കാൻ പറഞ്ഞാൽ മതി. വേറെ വല്ലയിടത്തൊക്കെ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ പറയും. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. ഇതെൻ്റെ കുടുംബത്തിലാണ് വരുന്നത്. കർത്താവിൻ്റെ ദാസനുമായി ഒരു സഹോദര തുല്യമായ ഒരു ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. മറ്റ് ആമുഖങ്ങളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. എനിക്കിന്ന് ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ നിന്ന് മാത്രം പറയാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകം തുറക്കാം. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കാം. എഫെസോസുകാർക്ക് പൗലോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കാം. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എനിക്ക് ആ മകൻ്റെ ശബ്ദമല്ല, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഇന്ന് കേൾക്കുന്ന ദൈവവചനം എനിക്ക് ഏറ്റവും അനുഗ്രഹമാകണം. നീ എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളെ അങ്ങ് ഇവിടെ കൊണ്ടുവന്നു. അങ്ങയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ മുഴുവനായും കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും, ശുശ്രൂഷിക്കുന്ന എനിക്കും ഒരുപോലെ ഏറ്റവും അനുഗ്രഹമായി കർത്താവ് ഇത് മാറ്റിയിരിക്കുകയാൽ സ്തോത്രം. ഇന്ന് കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, വിശ്വാസത്തിന് ഒരു പടിയുടെ, ക്രിസ്തു എന്ന തലയോളമുള്ള ഞങ്ങളുടെ വളർച്ചയുടെ ഒരു പടിയുടെ കയറുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദയക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 32-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ്റെ ഉപദേശം മഴ പെയ്യുന്നത് പോലെയാണ്. പിന്നെ പറയണ ഇളംപുള്ളിൽ പൊടിമഴ പോലെ, പ്രൈസ് ദി ലോർഡ്, സസ്യത്തിൻ്റെ മേൽ മാരി പോലെ. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവവചനം വരുന്നത്? ആവർത്തന പുസ്തകം 32-ന്റെ 2. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. 1. എങ്ങനെയാ വരുന്നത്? വചനം എങ്ങനെയാ വരുന്നത്? മഴ പോലെ വരും. പിന്നെങ്ങനെ വരും? എന്റെ വചനം മഞ്ഞു പോലെയും. എന്റെ വചനം എങ്ങനെ വരും? മഞ്ഞു പോലെ വരും. പിന്നെങ്ങനെ വരും? ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും. ഇളം പുല്ലിന്റെ മേൽ പൊടിമഴ പോലെ വരും. അടുത്തത് സസ്യത്തിന്മേൽ മാരി പോലെയും. സസ്യത്തിന്റെ മേൽ മാരി പോലെയും പെയ്യും. 4 രീതിയിൽ ഇന്ന് ദൈവവചനം വരും നിശ്ചയം. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റെടുക്കാൻ റെഡി ആയിട്ടിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് എപ്പോഴും ഞാൻ എവിടെ ചെന്നാലും പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 20 ഒരു വികാര നിർഭരമായ ഒരു യാത്രയായപ്പോണ്ട്. മിലത്തോസിൽ നിന്ന് എഫേസോസിലെ 3-ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ തിരിച്ചു പോവുക. അദ്ദേഹത്തിന് സ്പിരിറ്റിൽ അറിയാം താൻ ഇനി ഇവരെ കാണത്തില്ലെന്നൊക്കെ അറിയാം. അത് പറയുന്നതുകൊണ്ട് അവരൊക്കെ കരയുന്നുണ്ട്. ഭയങ്കര ഒരു ഫീലാണ്. അപ്പോസ്തലനെ കൊണ്ടുപോയി ആ പോർട്ടിൽ കൊണ്ടുവന്ന് ഈ കപ്പൽ കയറ്റി വിടുന്ന രംഗമൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ തമ്മിൽ കാണത്തില്ലെന്നൊക്കെ പറയും. കണ്ണുനീരോടൊക്കെ യാത്ര അയക്കുന്നുണ്ട്. അവിടെ പറയുമ്പോൾ ആ എഫെസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചിട്ട് അവർക്ക് ഒരു ശുശ്രൂഷക മീറ്റിംഗ് നടക്കുകയാണ്. ആ പൗലോസ് പറയും, ഞാൻ 3 വർഷം എഫെസോസിൽ ഉണ്ടായിരുന്നു. ആ എഫെസോസിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20 ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എഫെസോസിൽ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ എല്ലായിടത്തും കയറി ഇറങ്ങി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു: പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ. മനസ്സിലാവുന്നുണ്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? പ്രയോജനമുള്ളത് ഒന്നും എന്ത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെയും പ്രയോജനമുള്ളതൊന്നും ഈ സഭയിൽ മറച്ചു വയ്ക്കത്തില്ല. എല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കും. അത് ഞങ്ങൾ ദൈവദാസന്മാരല്ല, പരിശുദ്ധാത്മാവാണ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ. അതേ അധ്യായം 27-ാം വാക്യത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ ആലോചന. 27-ാം വാക്യം പറയുകയാണ് ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് അപ്പോസ്തലൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ആലോചന. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ കാക്കനാട് ഒരു വീട്ടിലെ പ്രെയർ, അവിടെ അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി വന്നു. അവരായിരിക്കുന്ന ഇടത്ത് അവർ തന്നെ ഒരു ദേവദാസനോട് പറഞ്ഞു ഒരാളെ വേണം.
ശുശ്രൂഷിക്കാൻ ഒരു മീറ്റിംഗ് വെച്ചു. ഒരു മീറ്റിംഗ് വീട്ടിൽ പന്തലൊക്കെ ഇട്ട് അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മീറ്റിംഗ് എന്നെയാണ് ശുശ്രൂഷിക്കാൻ വിളിച്ചത്. ഞാൻ ശുശ്രൂഷിച്ചു. ഒരു ഹൗസ് മീറ്റിംഗാണ്, ഒരു 40 പേർ ഒക്കെയുള്ളൊരു മീറ്റിംഗ്. ആ മീറ്റിംഗ് കഴിഞ്ഞ് നല്ല ആരാധനയൊക്കെ ഞാൻ തന്നെ ഒക്കെ ലീഡ് ചെയ്തു മീറ്റിങ്ങിൻ്റെ ക്ലോസിങ്ങിൽ. ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നോടൊരു ആൻറ്റി പറഞ്ഞു, പിന്നെ എനിക്ക് ദൂതൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോട് ദൂതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ വിഷമിച്ചു പോയി. ഞാനൊരു 1.25 മണിക്കൂറോളം അവിടെ മൈക്കൊന്നും ഇല്ലായിരുന്നു. 1.25 മണിക്കൂറോളം ഞാൻ അവിടെ ശുശ്രൂഷിച്ച് കഴിഞ്ഞിട്ട് ആ ആൻറ്റി വന്ന് എന്നോട് പറയുകയാണ്, എനിക്ക് ദൂതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. എടാ, ഈ 1.25 മണിക്കൂർ ഞാൻ ശുശ്രൂഷിച്ചതും അവിടെ നടന്ന മുഴുവൻ മീറ്റിങ്ങുകളും ആ ആൻറ്റിക്കുള്ള ദൂതായിരുന്നു. പ്രത്യേകം തലയിൽ കൈവച്ച് ദൂതൊന്നും പറയണ്ട. ഇവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ദൂതാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് സമയം കളയാൻ ഇല്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന സന്ദേശം ഹല്ലേലൂയ എഫേസോസ് ലേഖനത്തിൽ നിന്നാണ്. എഫേസോസ് ലേഖനം അറിയാം, 6 അധ്യായങ്ങൾ. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നുള്ളവരാണെന്ന് വിചാരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ബൈബിൾ വായിച്ചാൽ പോരാ, പുതിയ നിയമത്തിൽ നിന്ന് വായിക്കണം, പഴയ നിയമം പഠിക്കണം, ധ്യാനിക്കണം. പുതിയ നിയമത്തിൽ തന്നെ കൂടുതൽ നിങ്ങൾ ലേഖനങ്ങൾ വായിക്കണം. ലേഖനത്തിൻ്റെ പ്രത്യേകത, ലേഖനത്തിലാണ് വിശ്വാസിക്കുള്ള ഫുഡ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം പിന്നെ തിരിഞ്ഞ് ചിന്തിക്കരുത്, മറ്റുള്ളവർക്ക് ഇല്ലെന്ന് ചിന്തിക്കരുത്. ഒരു വിശ്വാസിക്കുള്ള, രക്ഷിക്കപ്പെട്ട ഒരാൾക്കുള്ള ഫുഡ് ലേഖനത്തിലാണ് ഉള്ളത്. കാരണം രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഞാൻ വിശ്വസിച്ച എനിക്ക് എന്തൊക്കെ നൽകിയിരിക്കുന്നു, എൻ്റെ അധികാരം എന്താ, ഇതൊക്കെ ലേഖനത്തിലാണുള്ളത്. പ്രത്യേകാൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ലേഖനം നിങ്ങൾ വായിക്കണം. എഫേസോസ് ലേഖനം നിങ്ങൾക്കറിയാമല്ലോ, 6 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 6 അധ്യായങ്ങളിൽ സഭയുടെ ഈ ലേഖനത്തിൻ്റെ പ്രധാന പരാമർശം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വിഷയം. അഥവാ എഫേസോസ് ലേഖനവും കൊലോസ്യ ലേഖനവും രണ്ടും ഒരു ചേരുംപടി ചേർക്കാവുന്ന ലേഖനമാണ്. എഫേസോസ് ലേഖനത്തിൽ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പറയുമ്പോൾ കൊലോസ്യ ലേഖനം ശിരസാകുന്ന തലയെക്കുറിച്ച് അഥവാ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പൊതുവെ ശുശ്രൂഷിക്കുന്നത് ടീച്ചിങ് രീതിയിലാണ് കേട്ടോ. ഇവിടെ വന്ന് ഇതുവരെ അങ്ങനെ ശുശ്രൂഷിച്ചിട്ടില്ല. ഇന്നത് മനസ്സിലാവും. ബൈബിൾ നന്നായിട്ട് വായിച്ച് നിങ്ങൾ വായിക്കുന്നവരാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പ്രൈസ് ലോർഡ്. പറയുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ എഫേസോസ് സഭയ്ക്കകത്ത് 6 അധ്യായങ്ങളിൽ നമുക്ക് 5 നിലകളിൽ സഭയെ കാണാൻ പറ്റും. 1-ാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അത് 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. 2-ാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. 3-ാമത്തെ അധ്യായത്തിൽ സഭ 3-ഉം 4-ഉം അധ്യായം സഭ മർമ്മമാണ്. സഭ ഒരു മർമ്മമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് കേൾക്കും. 5-ാം അധ്യായത്തിൽ സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായത്തിൽ സഭ ഒരു പോർക്കളമാണ്. നമ്മുടെ മെസ്സേജ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, വേണേൽ ഇത് രണ്ടും മിക്സാക്കി പറയാം, എങ്ങനെ വേണേലും പറയാം. ഒരുപാട് എഫേസോസിനെ കുറിച്ച്, ലേഖനത്തെക്കുറിച്ച് എനിക്ക് 2 ദിവസം നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പ്രസംഗിക്കാൻ കൃപയാൽ കഴിയും. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ തിരുവല്ലയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അവിടെ എഫേസോസ് സഭയുടെ 2 തലമുറയുടെ വിശ്വാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ചിലപ്പോൾ ഇന്ന് അല്പം പറഞ്ഞേക്കാം, അറിയത്തില്ല. സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം എഫേസോസ് ലേഖനത്തിൽ 6 അധ്യായങ്ങളിൽ വിശ്വാസി ആയിരിക്കുന്ന 6 ഇടങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. എഫേസോസ് ലേഖനത്തിൽ ഒരു വിശ്വാസി ആയിരിക്കുന്ന 6 ഇടങ്ങളുണ്ട്. ആദ്യമേ സസ്പെൻസ് പൊട്ടിച്ചേക്കാം. 1-ാം അധ്യായത്തിൽ വിശ്വാസി ക്രിസ്തുവിലാണ്. 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വിശ്വാസി എവിടെയാണ്? ക്രിസ്തുവിലാണ്. 2-ാം അധ്യായത്തിൽ വിശ്വാസി 7-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസി സ്വർഗത്തിലാണ്. പ്രൈസ് ലോർഡ്. 3-ാം അധ്യായത്തിൽ വിശ്വാസി സഭയിലാണ്. 4-ാം അധ്യായത്തിൽ വിശ്വാസി ഈ ലോകത്തിലാണ്, ലോകമാകുന്ന പാഠശാലയിലാണ്. 5-ാം അധ്യായത്തിൽ വിശ്വാസി കുടുംബത്തിലാണ്. 6-ാം അധ്യായത്തിൽ വിശ്വാസി പോർക്കളത്തിലാണ്. പ്രൈസ് ലോർഡ്. മെസ്സേജ് ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ ലേഖനം. അപ്പം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് സുവിശേഷങ്ങളിൽ ഏതാ നിങ്ങൾക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് സുവിശേഷം പറയും? യോഹന്നാനേ പറയൂ. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ജെന്റൈൽ, നിങ്ങളൊരു ജാതിയിൽ നിന്നുള്ള ഒരാളാണെന്ന് എൻ്റെ മലയാളം. മനസ്സിലായോ? യഹൂദനോട് ചോദിക്കുക, ഇതിപ്പോൾ യഹൂദ സഭയാണെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏത് സുവിശേഷം വായിക്കുന്ന ഇഷ്ടം? അവർ മത്തായിയേ പറയുള്ളൂ. കാരണം യഹൂദന്മാരെ ഉദ്ദേശിച്ച മത്തായി എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏത് സുവിശേഷം വായിക്കാനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ യോഹന്നാനെ പറയൂ. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 100% ജാതികളിൽ നിന്നുള്ളവർ ഉദ്ദേശിച്ച് എഴുതിയ സുവിശേഷം തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ ലേഖനങ്ങൾ നിങ്ങൾ ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എഫേസോസ് പറയും. പ്രൈസ് ദി ലോർഡ്. ഗുഡ്. ഹല്ലേലൂയ.
നമുക്കറിയാം എഫേസോസ് ലേഖനം പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനമാണ്. ഹല്ലേലൂയ. കാരാഗ്രഹ ലേഖനമാണ് എഫേസോസ് ലേഖനം. താൻ AD 60, 61, 62 2 വർഷക്കാലം റോമിലെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ 4 ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമാണ് എഫേസോസ് എഴുതി. ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അറിയത്തില്ലേ? ആണ്ടോ, ഇതൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ആദ്യത്തെ ലേഖനമാണ്. മറ്റുള്ളവ കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും ഫിലമോൻ എഴുതിയ ലേഖനവും പിന്നീട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവുമാണ്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് ഏതാണ്ട് ഈ ലേഖനം എഴുതുന്ന സമയം സഭയ്ക്ക് ഏകദേശം ഒരു 25 അല്ലെ ഒരു 28-30 വയസ്സ് സഭയ്ക്ക് പ്രായമുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയുടെ പ്രായമാണ് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയം സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചവർ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വസിച്ചവർ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വസിച്ചവർ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ മാത്രം നിൽക്കാതെ സഭയെ അടുത്ത പടിയിലേക്ക്, വെളിപ്പാടിൻ്റെ അടുത്ത പടിയിലേക്ക്, ആ വെളിപ്പാടിൻ്റെ അടുത്ത പടി സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കണം എന്ന് പൗലോസിന് തോന്നിയിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അതിൻ്റെ കാരണം പൗലോസ് തൻ്റെ ജീവിതയാത്രയുടെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതയാത്രയുടെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഭയെ കുറിക്കുന്ന ഉന്നതമായ ആത്മീക സത്യങ്ങൾ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കണം, അതിനുവേണ്ടി സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. നമുക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമായിക്കോട്ടെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനമായിക്കോട്ടെ, മറ്റേത് ലേഖനമായാലും ഏതെങ്കിലും ഒരു സ്ഥലം സഭയിലെ വിഷയങ്ങൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ലേഖനങ്ങളെല്ലാം എഴുതിയത്. എന്നാൽ എഫേസോസുകാർക്കുള്ള ലേഖനം അങ്ങനെ പ്രത്യേകം ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല, പ്രത്യേക ഒരു വ്യക്തിയെ അവിടെ എടുത്ത് പരാമർശിക്കുന്നില്ല, ഇതൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നു. ലേഖനങ്ങളുടെ റാണി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഉന്നതമായ ആത്മീക സത്യങ്ങളാണ് എഫേസോസ് ലേഖനത്തിലുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയാണ് നാം സ്തോത്രം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ എന്ത് ചെയ്തിട്ട് ക്രിസ്തു. അത്ര മതി. ഈ വാക്യമൊക്കെ ഇവിടെ എപ്പോഴും പ്രസംഗിക്കപ്പെടുക. ഞാൻ ഇന്നാളിൽ പിന്നെ അമ്മ ഇവിടെ വചനം പറയാൻ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ യൂത്ത് മീറ്റിംഗ് എടുത്തു, ഇവിടെ ഒരു കൊച്ചു ഈ കൊച്ചാന്ന് തോന്നുന്നു, ഈ മോളാന്ന് തോന്നുന്നു. അപ്പം ശുശ്രൂഷിച്ചു. അമ്മ എന്നോട് പറഞ്ഞു, അവിടെ എന്തൊരു വചനമായിരുന്നടാ, എന്തുമായിരുന്നു, തകർപ്പൻ ശുശ്രൂഷയായിരുന്നു, എന്ത് ശക്തമായിട്ടാണ് മോള് ശുശ്രൂഷിച്ചത്. ഞാൻ പറഞ്ഞു, എന്തോ അമ്മയെ ശുശ്രൂഷിച്ചത്? എടാ, എഫേസോസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിൽ നിന്നാണ് ശുശ്രൂഷിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ ഒരു പ്രസംഗം അവിടുത്തെ അടിച്ചു പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 6 അധ്യായത്തിൽ നിന്ന് ആ കൊച്ചു പറഞ്ഞടാ, നല്ല ശക്തമായിട്ട് ആ കൊച്ചിനെ ഉപയോഗിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവമേ, അപ്പോൾ ഞാനും എഫേസോസ് ലേഖനത്തിൽ നിന്ന് അങ്ങനെ 6 അധ്യായത്തിൽ നിന്ന് പറയാറുണ്ട്, അപ്പോൾ എൻ്റെ ഒരു പ്രസംഗം അവിടുത്തെ ക്യാൻസലായി പോയല്ലോ അമ്മയെന്ന് പറഞ്ഞു. പിന്നീട് ഓർത്ത് ഏതായാലും അതെന്താ, പിന്നെ നമുക്ക് അമ്മയോട് ചോദിച്ചാൽ എന്തോ അമ്മ അത് പറഞ്ഞത്, അതൊന്നും അറിയത്തില്ല, നല്ല ശബ്ദം, അതൊന്നും അറിയത്തില്ല, നല്ല ശുശ്രൂഷയായിരുന്നു, അത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുവാ കുഞ്ഞു പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ പരിശുദ്ധാത്മാവാണല്ലോ പറഞ്ഞത്. ഞാൻ എന്തായാലും ധൈര്യത്തോടെ ഇവിടെ നിൽക്കുക. ഞാനും 6 അധ്യായത്തിൽ നിന്ന് ശുശ്രൂഷിച്ച് ഇതായിരിക്കത്തില്ല, എന്തായിരിക്കും ആ കൊച്ചു പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ നമ്മളെ ക്രിസ്തുവിൽ, നാം ക്രിസ്തുവിലായത് കൃപയാലാണ്, ക്രിസ്തു നമ്മളിലായത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ലേഖനം വായിക്കുക 90ഓളം പ്രാവശ്യം അഥവാ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നുള്ള പദം അവിടെ പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. വല്ല ആൾക്കാർ ഇപ്പോൾ ചോദിക്കുക, അല്ല നീ ഇപ്പോൾ പെന്തക്കോസിലാ അല്ലേ എന്നൊക്കെ ചോദിക്കും. മനസ്സിലാകുന്നുണ്ട്? നീ ഇപ്പോൾ എവിടെയാ, നീ ഇപ്പോൾ പെന്തക്കോസിലാന്ന് പറയുന്നത് കേട്ട് ഏതാണ്ട് ഒരു ആക്ഷേപം പോലെ. അവരോട് പറയണം, ഞാനിപ്പോൾ പെന്തക്കോസിലല്ല, ഞാനിപ്പോൾ ക്രിസ്തുവിലാന്ന് പറയണം. മനസ്സിലായോ? പെന്തക്കോസിലല്ല, ഞാനിപ്പോൾ ഇവിടെ ക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തുവിലാണ്. ഞാൻ ഇതിന്ന് പെട്ടെന്ന് ചാടി പോവാണ്. നമുക്ക് മെസ്സേജ് അങ്ങനെയാണ്, നമ്മൾ മെസ്സേജ് ഇന്നതിവിടെ പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെങ്കിലും ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നത്, ഡിസൈൻ ചെയ്ത് ഇവിടെ കൊണ്ടുപോകുന്നതും വരുന്നതും പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നു. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ എവിടെയാണ്? 2:7 നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസി എവിടെയാണ്? സ്വർഗത്തിലാണ്. നാം എന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ അന്നു മുതൽ നമ്മുടെ നിത്യത സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വിശ്വസിക്കുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തേ? മെസ്സേജ് മാറ്റണം, ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങനെയും പറയാം. എനിക്ക് ഏത് രീതി വേണമെങ്കിലും ശുശ്രൂഷിക്കാൻ അറിയാം. ഹല്ലേലൂയ. മനസ്സിലായോ? അതായത്
ഇപ്പോൾ ചെറിയൊരു കാര്യം ഇപ്പം 2 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, വിശ്വാസി എവിടെയാണ്? സ്വർഗത്തിലാണ്. ഇങ്ങനെ പറയാം, വേണമെങ്കിൽ തിരിച്ചു പറയാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, നാം സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് കറങ്ങളടി. അങ്ങനെ നിങ്ങളെ വൈകാരികമായി ഇളക്കാനും എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടതെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ടോൺ മാറ്റി പറഞ്ഞ കമ്പളും മാറും, കളം മാറും. അപ്പോൾ ആൾക്കാർ ആരെങ്കിലും ഒരാൾ കയറി പിടിക്കും. അതല്ല റിഖമാന ജുഡമന ഹസ്ത, ആരെങ്കിലും ഒന്ന് കൈയടിക്കും, മറ്റൊരാൾ കയറി പിടിക്കും, പിന്നെ ഒരാൾ എഴുന്നേക്കും, പിന്നെ അതൊരു പിന്നെ പറയും തീയായിരുന്നെന്ന് പറയും. എവിടെ തീ? ഒരു തീയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും പണ്ട് ഇതിൻ്റെ ആശാനായിരുന്നു ഞാൻ. കുറേ കാലം ഈ സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുമ്പം നമുക്ക് കുറേ കാലം ഇതൊക്കെ ചിലവാകും. പിന്നീട് വചനം പറഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലായോ? ഏറ്റവും ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഒരേ ക്രൗഡിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? പാസ്റ്റർമാർ ശുശ്രൂഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതും അതിന് മുമ്പത്തെ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം പറഞ്ഞതും മെസ്സേജ് പറയാൻ പറ്റില്ല. വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു വാക്യം പറഞ്ഞാൽ പറയും, ഈ പാസ്റ്റർ എപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ ഇതാ പ്രസംഗിച്ചതെന്ന്. പ്രസംഗം ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും, പാസ്റ്റർ എപ്പോഴും ഒറ്റ കാര്യമേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് ദേവദാസന്മാർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുത്തിയിരുന്ന് ഒരേ ക്രൗഡിൻ്റെ മുമ്പിലായിരുന്നു പ്രസംഗിക്കുന്നതെങ്കിൽ കുത്തിയിരുന്ന് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വേണം ഹല്ലേലൂയ പറയേണ്ടി വരുന്നത്. എന്നാൽ ഞങ്ങളെപ്പോലെ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നവരുണ്ട്. ഒരു പ്രസംഗം കൊണ്ട് വേണമെങ്കിൽ ഒരു മാസം ഓടും. വീണ്ടും അതേ സമയം ചെല്ലുന്നതിന് അടുത്ത പ്രസംഗം പിടിച്ചാൽ മതി, അല്ല ഒരു വാക്യം തിരിച്ചിട്ടാൽ മതി, ഒരു പ്രസംഗമാവും. ഇതൊക്കെ ടെക്നിക്കാണ്, പറഞ്ഞു തരുന്നതിനൊക്കെ ചിലവ് ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇന്ന് എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് അങ്ങനെ നമുക്ക് പോയാൽ മതി. അത് ഈ ഒച്ചയും ബഹളവും ഒന്നും വെച്ച് എനിക്ക് വലിയ താല്പര്യമില്ല. ഹല്ലേലൂയ. ഒച്ചയൊക്കെ വെക്കാൻ തോന്നുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഒച്ച വെച്ചു, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഒച്ചയൊന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് വചനം കേട്ടിട്ട് ഒച്ച വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മളെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ നമ്മുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗത്തെ ടേസ്റ്റ് ചെയ്തുകൊണ്ട്, സ്വർഗത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. നമ്മൾ അങ്ങനെയാണ്. ഉറപ്പാണോ? ഓക്കെ, വേഗത്തിൽ 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളെയാണ് വിശ്വാസി എവിടെയാണ്? സഭയിലാണ്. സഭയെക്കുറിച്ച് പറയുകയാണ്. സഭ പൗലോസ് 3-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുകയാണ്, എനിക്ക് മീതെ ചുരുക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിയായി വന്നു. സഭ ഒരു മർമ്മമാണെന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾ പുതിയ നിയമത്തിൽ മർമ്മം എന്ന വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിലെന്ന് പറയണം. പുതിയ നിയമത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും മർമ്മം എന്ന വാക്ക് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭയങ്കര സാധനങ്ങളാണ്, മിണ്ടാണ്ടിരുന്നാൽ മതിയല്ലോ, പിടിക്കത്തില്ലല്ലോ. മർമ്മം എന്ന് പറഞ്ഞ വാക്ക് വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ലാസ്റ്റ് പറയും ഒന്നും മനസ്സിലായില്ലെന്ന് പറയും. ഓക്കെ, പുതിയ നിയമത്തിൽ മർമ്മം എന്ന പദം നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർ മർമ്മം എന്ന വാക്ക്, മിസ്റ്ററി അഥവാ മർമ്മം എന്ന വാക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എന്താണ് ആ മർമ്മം എന്ന പദത്തിൻ്റെ അർത്ഥം ഞാനിന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഇച്ചിലൂടെ പിടികിട്ടും. ഹല്ലേലൂയ. അഥവാ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്താത്തതും, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്താഞ്ഞതും, പുതിയ നിയമത്തിൽ വിശുദ്ധ അപ്പോസ്തലന്മാരാൽ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നതുമായ ദൈവിക രഹസ്യങ്ങളെയാണ് പുതിയ നിയമത്തിൽ മർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഒന്നുകൂടെ പറയണം, മനസ്സിലായോ? പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ മറ്റും വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നതും, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെടുത്തി കിട്ടിയതുമായ ദൈവിക രഹസ്യങ്ങളെയാണ് പുതിയ നിയമത്തിൽ മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സഭ എന്നത് ഒരു മർമ്മമാണെന്ന് അവിടെ പൗലോസ് പറയുകയാണ്. അതിൻ്റെ അർത്ഥം സഭ എന്ന ഈ മർമ്മം പഴയ നിയമത്തിൽ ഒരു പ്രവാചകനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല, അത് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ, ഈ പുരോഹിതന്മാരെക്കാൾ, രാജാക്കന്മാരെക്കാൾ വലിയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പം സഭ ഒരു മർമ്മമാണ്. വിശ്വാസി എവിടെയാണ്? സഭയിലാണ്. 3-ാം അധ്യായത്തിൽ ഇപ്പോൾ സഭാരാധന നടക്കുമ്പോൾ ഇവിടെ കാണണം. ഞാനത് മറ്റൊരു മെസ്സേജിൽ ഈ കാര്യം പറയാം. സഭാരാധന നടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ കാണണം.
ഇപ്പം മുമ്പേ പാസ്റ്റർ വായിന്ന് വന്നെന്ന് തോന്നുന്നു, സഭാരാധനയ്ക്ക് ചിലരുടെയൊക്കെ മുടക്കം വരുന്നു. ഇപ്പം ഞാൻ അമ്മയുടെ എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അമ്മ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ ആൾ തീരെ കുറവായിരുന്നു തോന്നുന്നു. സഭയിൽ ആൾ പറയുമ്പോൾ ദേവദാസന് ഭയങ്കര സങ്കടം കേട്ടോ, പാസ്റ്ററിന് ഭയങ്കര സങ്കടം. ഇപ്പം ഞാൻ ഇത്രയും പേരുടെ വന്നാലും ഒരാൾ വരാനില്ലെങ്കിൽ ഞാൻ ഈ ഇവിടെ മറക്കാതെ എൻ്റെ ചർച്ചിൻ്റെ സൈഡിൽ റോഡാണ്. അപ്പോൾ റോഡിൽ കൂടെ ബസ് ഇറങ്ങിയിട്ട് ആൾക്കാർ നടന്നു വരുന്നത് കാണാം. ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. ഒരാൾ വരാനുള്ള ഒരാളെ തപ്പി, ആ ആടിനെ തപ്പി ഇടയിൽ നോക്കുന്ന നോട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വന്നാലും വരാത്ത ഒന്നിനെ കുറിച്ചാണ് പാസ്റ്റർക്ക് സങ്കടം. ഇത്രയും പേര് വന്നല്ലോ എന്നുള്ള സന്തോഷമല്ല, ആ ആൾ ഇന്ന് വന്നില്ലല്ലോ എന്ന സങ്കടമായിരിക്കും ഒരു നല്ല പാസ്റ്ററുടെ അകത്ത് വരുന്നത്. അതുകൊണ്ട് സഭാരാധന മുടക്കരുത്, എല്ലാ ആഴ്ചയിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിൽ വിശ്വാസിയായി ഞാൻ എവിടെയാണെന്നറിയാമോ? ഈ ലോകത്തിലാണ്. 4-ാം അധ്യായം നമുക്കൊന്ന് വായിക്കണം. 17-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കണം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. വായിച്ചോ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. എന്താ കേട്ടത്? ആ പദപ്രയോഗം മനസ്സിലായോ? എഫെസോസ് ലേഖനത്തിലെ ചില വാക്യങ്ങളും പദപ്രയോഗങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെ ഇത്തരം മെസ്സേജുകൾ കഴിവതും നമ്മൾ ഒഴിവാക്കുക പതിവ്. കാരണം വിശ്വാസികൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ആവശ്യമില്ലാത്തൊരു ഭയം ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരുടെ അകത്തുണ്ട്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഇപ്പോഴേ എന്ത് ചെയ്തിട്ടില്ല? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല. പഴയ മനുഷ്യനെ ഇപ്പോഴേ അങ്ങനെ പറയാൻ കാര്യമല്ല. പഴയ മനുഷ്യൻ എവിടെയുണ്ട്? അവിടെ ഉണ്ട്. അതായത് നമ്മളുടെ ആ പഴയ മനുഷ്യൻ എന്ന ഒരു ഫയൽ നമ്മൾ അടച്ചു. പുതിയ മനുഷ്യൻ എന്ന ഫയൽ മേളിൽ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ പഴയ മനുഷ്യൻ എന്ന ഫയൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആക്കാം. പണ്ടൊരു ദേവദാസൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അകത്ത് ഒരു കറുത്ത പട്ടിയുമുണ്ട്, ഒരു വെളുത്ത പട്ടിയുമുണ്ട് നിങ്ങളുടെ അകത്ത്. ഏത് പട്ടിക്ക് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നോ ആ പട്ടി കൂടുതൽ കുറയ്ക്കും, കൂടുതൽ ആരോഗ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. കറുത്ത പട്ടിയാണ് ഈ ലോക മനുഷ്യൻ, വെളുത്ത പട്ടിയാണ് ആത്മീക മനുഷ്യൻ. ആത്മീകനാണെങ്കിൽ ആത്മീക ആഹാരം കൊടുത്ത് അവനെ നിങ്ങൾ ശക്തിയോടെ എന്ത് ചെയ്യണം? മൂന്നാം അധ്യായത്തിലാണ് നിങ്ങൾ ശക്തിയോടെ എന്ത് ചെയ്യണം? ബലപ്പെടണം. 3-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് വായിച്ചു. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഈ ലോകപ്രകാരമുള്ള പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. എന്നിട്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. ആ പുതിയ മനുഷ്യനെ ധരിക്കണം. ഞാൻ കുമരകത്ത് 2 വർഷം പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ 4 വർഷം പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ ഏറെ സ്ഥലങ്ങളിൽ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. പാസ്റ്ററുടെ സ്ഥലം ചേറ്റുവഴി അല്ലേ? ചേറ്റുവഴി ഞാൻ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. കട്ടപ്പന, ചേറ്റുവഴി, കുമളി എല്ലാം കൂടെ ഒന്നിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ആൾക്കാരുടെ സ്നേഹം എനിക്ക് കിട്ടിയ ദേശം ഈ പറയുന്ന തീരദേശമാണ്. ആലപ്പുഴ കുമരകമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കുമരകത്ത് ഉള്ളവരുടെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കരിമീൻ. ഇപ്പോൾ കരിമീൻ സെപ്റ്റംബർ മാസത്തിലൊക്കെ നമ്മൾ കരിമീൻ, അത് മഴയൊന്നുമില്ലാത്ത സമയമായിരിക്കും, കരിമീൻ എടുത്താൽ നമ്മൾ കഴിച്ചാൽ അതിനകത്ത് ഈ ചേറിൻ്റെ ഒരു ചെറിയ ഒരു ചുവ കിട്ടും. ചേറിനകത്താണല്ലോ കരിമീനുള്ളത്. അപ്പോൾ ചേറിൻ്റെ ഒരു ചുവ കിട്ടും അതിൻ്റെ മാംസത്തിൽ നമ്മൾ ഭക്ഷിച്ചാൽ. പ്രൈസ് ദി ലോർഡ്.
ആലപ്പുഴയിലാണെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ പാസ്റ്ററുടെ വീട്ടിൽ കിടന്ന് പൊന്ത എന്ന് പറഞ്ഞ് തെർമോക്കോളൊക്കെ വെച്ച് വലിയൊരു വള്ളം പോലെ ഉണ്ടാക്കി അതേ മുട്ടുകുത്തിയിരുന്ന് തുഴഞ്ഞു പോയി വലയും കൊണ്ട് മീൻ പിടിച്ചിട്ട് വരുന്ന സിംഗിൾ ആൾക്കാർ, ഒറ്റ ഒരാൾ പോകുന്ന പൊന്ത എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതേ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ട് സൈക്കിളെ വെച്ച് കെട്ടി എൻ്റെ വീട്ടിൽ വന്ന് വല കുടയുമായിരുന്നു അവിടുത്തെ ദേവദാസന്മാരും. ശുശ്രൂഷകരാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നല്ല നല്ല പിടയ്ക്കുന്ന മത്തി, വെട്ടുമ്പം കയ്യിലിരുന്ന് പിടയ്ക്കുന്ന മത്തി നമുക്ക് കഴിക്കാമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ പറയും, നിങ്ങൾ കരിമീനെ പോലെ ആകരുത്. ഇവിടെ പറയുന്ന മത്തി, എറണാകുളത്ത് ചാളയെന്നാണ് പറയുന്നത്. സ്വത്രം മത്തിയെ പോലെ ആകണം, കരിമീനെ പോലെ ആകരുത്, മത്തിയെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, കരിമീൻ അത് ഏത് ലോകത്തിലാണോ കിടക്കുന്നത് ആ ലോകത്തിൻ്റെ സ്വാധീനത അതിൻ്റെ മാംസത്തിലുണ്ട്, അതിൻ്റെ ശരീരത്തിലുണ്ട്, ആ ചേറിൻ്റെ മണമുണ്ട്. എന്നാൽ മത്തി കിടക്കുന്നത് കടൽ വെള്ളത്തിലാണ്. നമ്മൾ മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് കറി വെക്കുമ്പോൾ ഉപ്പിടാറുണ്ടല്ലോ അല്ലേ, അത് കിടക്കുന്നത് എവിടെയാണ്? ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്. എന്നാൽ ഉപ്പുവെള്ളത്തിന് ഉപ്പിൻ്റെ യാതൊരു അംശവും അതിൻ്റെ ശരീരത്തിൽ കയറുന്നില്ല. എന്നതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ യാതൊരുവിധ സ്വാധീനതകളും നമ്മുടെ ഉള്ളിൽ കയറരുത്. ഹല്ലേലൂയ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗങ്ങൾ എന്തുകൊണ്ടോ നമ്മൾ ഇവിടെ ഒന്നും സ്റ്റേ ചെയ്ത് പോകുന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേന് അത് കഴിഞ്ഞ് 10 മിനിറ്റ് കൂടെ നമുക്ക് ശുശ്രൂഷിക്കാൻ കിട്ടത്തുള്ളായിരുന്നു സാധാരണ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ. എന്നാൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എങ്ങോട്ട് ഈ മെസ്സേജ് പോകുന്നത് എനിക്കൂടെ ഒരു പിടി കിട്ടുന്നില്ല. ഹല്ലേലൂയ. അടുത്ത 5 മിനിറ്റ് കൊണ്ട് 6 അധ്യായം തീരും. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ പിന്നെ സമയം കിടക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന്. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം ഇതാണ്. 26-27 വായിച്ചത്. അവൻ അവളെ, ആരാണ് അവൻ? യേശു ക്രിസ്തു. അവളാരാണ്? ദൈവസഭ. അവൻ, അത് വിഷയം ഏതാണ്? എഫെസോസ് സഭയുടെ വിഷയം എന്താണ്? ദൈവസഭ അഥവാ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നതാണ് എഫെസോസ് ലേഖനത്തിൻ്റെ വിഷയം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആലപ്പുഴയിൽ ശുശ്രൂഷിച്ച് ചാർജ് എടുത്ത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രസംഗമൊക്കെ ആയിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ്, അവരുടെ സ്ലാങ് വ്യത്യാസമുണ്ടല്ലോ, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരു ബാബുച്ചായം വന്ന് പറഞ്ഞു, ബിജു ബ്രദറിൻ്റെ മെസ്സേജൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയെന്ന്. എൻ്റെ 1.5 വർഷത്തെ പ്രസംഗം അടിച്ചുപോയി. ആൾക്കാർ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു, ഭയങ്കര സ്തോത്രമായിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എന്നോട് വന്ന ഒരു അച്ചായം വന്ന് പറയുന്നത്, ബിജു ബ്രദറിൻ്റെ മെസ്സേജൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. അവിടെ എൻ്റെ സ്ലാങ് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിലാകാതിരിക്കുകയാണോ അതോ ഒന്നും പിടികിട്ടിയില്ലയോ? എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചോ, പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. 5-ാം നമ്മുടെ വിഷയം ശരീരമാകുന്ന സഭ. നമ്മുടെ വിഷയം നമ്മൾ ക്രിസ്തുവിൽ എഫെസോസ് ലേഖനത്തിൽ നമ്മളായിരിക്കുന്ന 6 ഇടങ്ങൾ. 3 ഇടങ്ങൾ കഴിഞ്ഞു, 4-ാമത്തെ ഇടവും കഴിഞ്ഞു. ലോകത്തിലായിരുന്നു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞു വന്നു. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എവിടെയാ? കുടുംബത്തിലാണ്. ഒരു വിശ്വാസി എവിടെയാ? കുടുംബത്തിലാണ്. ഇവിടെ സഭാരാധന ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ, അല്ലെ വെള്ളിയാഴ്ച മീറ്റിംഗ്, ബുധനാഴ്ച മീറ്റിംഗ്, ഇവിടെ അങ്ങ് തീരും. ബാക്കി ഫുൾ ടൈം വിശ്വാസി എവിടെയാ? കുടുംബത്തിലാണ്. ആ വീട് ഒരു സഭയാണ്. അതൊരു നാനോ സഭയാണ്, മൈക്രോ അല്ല, നാനോ സഭയാണ്. അതാ പറഞ്ഞത് സഭ. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങളോട് പ്രസംഗിക്കും. മൈക്രോ, നാനോ. ആ നാനോ സഭയാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. ഒരു സഭയാണ് നമ്മുടെ ഭവനം, മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് നമ്മുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസി കുടുംബത്തിലാണ്. കുടുംബത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത്. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ കഴുകി. അപ്പോൾ സഭയെ കർത്താവ് കഴുകുന്നത് എന്തുകൊണ്ടാണ്? രക്തം കൊണ്ടല്ല. ചിലർ പറയും രക്തം കൊണ്ട് തന്നെ കഴുകണമേ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് കഴുകിയ രക്തം ശരിയായില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ കർത്താവ് കഴുകുന്നത്, മണവാട്ടി സഭയെ മണവാളൻ കഴുകുന്നത് ദൈവവചനം കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ സഭയെ കഴുകുന്നത് വചനം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി കുടുംബത്തിലാണ്. ഒരു കുടുംബം, പ്രാർത്ഥനയുള്ളൊരു കുടുംബം ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. നിങ്ങൾ ആ ഒരു ദേശത്ത് നിങ്ങളൊരു വിശ്വാസി കുടുംബം ഉണ്ടെങ്കിൽ മറ്റുള്ള ആ അയൽവക്കക്കാർക്ക് വേണ്ടിയിട്ടും ആ ദേശത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാൻ നീ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, കടമപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചുറ്റുപാടുമുള്ള ഭവനങ്ങൾ നിന്റെ ഭവനം ഒരു ദൈവഭവനമാണെന്ന് അറിയണം.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കുടുംബജീവിതം. വിശ്വാസിയുടെ കുടുംബജീവിതം വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയുടെ കുടുംബജീവിതം വളരെ ശ്രദ്ധിക്കണം. ഇന്ന് വിശ്വാസിയുടെ കുടുംബജീവിതത്തിൽ ഡൈവോഴ്സിന് ഒട്ടും കുറവില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി ലേഡി വക്കീൽ എനിക്ക് നേരിട്ട് തന്ന ഇൻഫർമേഷനാണ്. ഒരു വിശ്വാസിയായ ഒരു വനിതയായ ഒരു വക്കീൽ എന്നോട് കുടുംബ കോടതിയിൽ സർവീസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ എന്നോട് പറഞ്ഞതാണ്. വിശ്വാസിയുടെ ഡിവോഴ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. സെറ്റിൽമെൻറ്റ്, അതിനിടയ്ക്ക് നടക്കുന്ന ജഡം പൊങ്ങുന്നതെല്ലാം നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 1 പത്രോസ് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഭാര്യമാരെ, മനസ്സിലാവുന്നുണ്ടോ? 7-ാം വാക്യത്തിൽ ഭർത്താക്കന്മാരെ, 9-ാം വാക്യത്തിൽ നിങ്ങൾ, 3-ാം വാക്യത്തിൽ ഭാര്യമാരെ, 7-ാം വാക്യത്തിൽ ഭർത്താക്കന്മാരെ, 9-ാം വാക്യത്തിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകയാൽ. അനുഗ്രഹിക്കുന്നവരായി എങ്ങനെയായിരിക്കണം? ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിനെ അനുഗ്രഹിക്കണം. ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കണം. ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യണം? നിങ്ങൾ. കാരണം എന്താ? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. തമ്മിൽ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അല്ലാതെ ശാപവാക്കുകൾ പറയാനല്ല വിളിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവിന് ഓമന പേരുകൾ, കാലമാടൻ, മനസ്സിലായി. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന വെറൈറ്റി പേരുകളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഭർത്താക്കന്മാരായ ഞങ്ങൾ ആരാ മക്കളെന്നറിയാമോ? ഞങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഭാര്യമാരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് പോയി എന്നും പറഞ്ഞ് എൻ്റെ ഭാര്യ ഞാൻ ഈ പഴഞ്ചാക്ക് ചവിട്ടുന്നത് പോലെ ചവിട്ടി. അന്നെൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കുളത്തിലെ വെള്ളം ഒലിച്ചു പോകും. വെള്ളത്തിൽ മഴ പെയ്ത് വെള്ളം ഒരു ലെവലിൽ പൊങ്ങുമ്പോൾ ഒലിച്ചു പോകുന്ന ഒരു തോട് പോലെ ഉണ്ടായിരുന്നു. ചവിട്ടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ തോട്ടിൽ ചേറാണ്. ആ ചേറിനകത്ത് ചവിട്ടി താത്തിട്ടുണ്ട്. ഒറ്റ കാരണം, പ്രാർത്ഥനയ്ക്ക് പോയി. കാരണം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അന്നേരം ഇച്ചിരി പത്രത്തിലൊക്കെ പടം വന്ന് ഇച്ചിരി നിരീശ്വരവാദിയായിട്ടൊന്ന് അറിയപ്പെട്ട് നിൽക്കുക. 10 പേര് അറിഞ്ഞ് നിൽക്കുക. ഞാൻ നിരീശ്വരവാദിയായിട്ട് ഒരു വഴിക്ക് അറിയപ്പെട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ പ്രാർത്ഥനക്കാരത്തി. എനിക്ക് നാണക്കേടല്ലേ? ഞാൻ നിരീശ്വരവാദിയായിട്ട് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ അറിഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ അമ്മയും കൂടെ അങ്ങ് ബൈബിൾ എടുത്തു. മനസ്സിലായോ? എന്നിട്ട് അമ്മയും മരുമോളും കൂടെ അങ്ങ് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി. ഇവർ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്നത് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഒരു നാണക്കേടല്ലേ എനിക്ക്? എൻ്റെ ഭാര്യ പ്രാർത്ഥനയ്ക്ക് പോയാൽ എനിക്ക് നാണക്കേടല്ലേ? ഞാൻ നിരീശ്വരവാദിയല്ലേ? പ്രൈസ് ദി ലോർഡ്. എടുത്തിട്ട് ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ചവിട്ട് കൊടുക്കുമ്പോഴും നല്ല പ്രാർത്ഥനയ്ക്ക് എത്ര അടി കൊണ്ടാലും, ഞാൻ എവിടെയെങ്കിലും പന്തുകളി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും ഞാൻ കയറി വന്നു കഴിഞ്ഞ് വൈകിട്ട് എവിടെയെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞ് കയറി വരുന്നതാണ്. എന്നെ കാണുമ്പോൾ അമ്മ അപ്പുറത്തെ പറമ്പ് വഴി രക്ഷപ്പെടും. പക്ഷേ ഇവക്ക് നേരെ വന്നല്ല പറ്റൂ. നേരെ വരും. നേരെ വന്നിട്ട് അടി കിട്ടും. ഇങ്ങനെ അങ്ങ് വെച്ച് തരും. അടിക്ക് നല്ല ഒന്നാം തരം നല്ല പട്ടക്കം പൊട്ടുന്ന പറയുന്ന അക്ഷരം പൊട്ടും. അതുപോലെ കേൾക്കാം. എന്നാലും പ്രാർത്ഥനയ്ക്ക് പോകും. ഇന്ന് അങ്ങനെ അടി കിട്ടിയത് കൊണ്ട് വേണ്ട അതിൻ്റെ അനന്തര ഫലം വേണ്ട ഇവിടെ നിൽക്കുന്നു. ദൈവമില്ലെന്ന് പ്രസംഗിച്ച് കീറാവുന്ന ബൈബിള്, കുമ്പനാട്ട് ഏറ്റവും ബൈബിള് മേടിച്ച എന്നെ അമ്മയായിരിക്കും. കീറാവുന്ന അത്രയും ബൈബിള് കീറിക്കളഞ്ഞ് ഈ മാർഗത്തെ ഏറ്റവും കൂടുതൽ ദുഷിച്ച് എന്തൊക്കെ പരിപാടി കാണിക്കാമോ? പക്ഷെ കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഇതുപോലെ നിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഓർത്തു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് മാറി, മാനേജറൊക്കെ ആയിട്ട് ജോലി തിരക്കൊക്കെ ആയിട്ട് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷയിലൊക്കെ തുടരണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ എവിടെങ്കിലും വൈകിട്ട് ഒരു മീറ്റിംഗ് കാണും. ഹല്ലേലൂയ. എൻ്റെ ഡ്യൂട്ടി ടൈം 6 മണി വരെയാണ്. പിന്നെ ഞാൻ മാനേജർ ആയതുകൊണ്ട് 6:30 ഓഫീസ് 6:30 വരെ ഉണ്ട്. 6:30 ഇറങ്ങാൻ പറ്റും. എന്നാലും ഞാൻ എൻ്റെ വണ്ടിക്കകത്തൊരു ഡ്രസ്സുണ്ട്. എൻ്റെ ഇപ്പോൾ ഞാൻ ഇച്ചിരി വലിയൊരു പ്രസ്ഥാനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, ഡ്രസ്സ് ചെയ്യാൻ സൗകര്യമുണ്ട്. ഡ്രസ്സ് പൗഡറൊക്കെ ഇട്ട് റെഡിയാക്കി സുന്ദരനായിട്ട് വരെ വണ്ടിയായിട്ട് വൈകുന്നേരം അടുത്ത മീറ്റിങ്ങിന് പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ആരെങ്കിലും കസ്റ്റമറൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ വരുന്ന കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു മൊബൈലുണ്ട്. അതിൽ ചിലപ്പോൾ ആളില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കുമ്പോൾ ഹലോ എന്ന് പറയാൻ അറിയാതെ ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. ഫോൺ എടുക്കുമ്പോൾ ഹലോ എന്നുള്ളതിന് ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. ഏതാ സ്ഥാപനത്തിൽ അവന് ഹല്ലേലൂയ പറയാൻ പറ്റത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയാണ് ആ രീതിയിൽ മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും നമ്മൾ ഭാര്യയ്ക്കിട്ട് അടി കൊടുക്കുമ്പോഴും നമ്മൾ രഹസ്യമായിട്ട് ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. പഴയതിൽ നിന്ന് ഇവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. നല്ല മാറ്റം അവൾക്ക് കണ്ടെന്നറിയുമ്പോൾ നമുക്കറിയാം ഇവള് പഴയതുപോലെ അല്ല, ഇവൾക്ക് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അറിയുന്നത് പരിശുദ്ധാത്മാവാണ് ആ മാറ്റം കൊടുത്തതെന്ന്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ 1 പത്രോസ് 3 ആദ്യ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, വചനം കൂടാതെ തന്നെ ഹല്ലേലൂയ നിങ്ങളുടെ നല്ല നടപ്പിനാൽ നിങ്ങളുടെ കൂടെ വരും എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബം ഭൂകമ്പമുള്ളതല്ല. കുടുംബം ചില കുടുംബങ്ങൾ അങ്ങനെയാണ്. കുടുംബം എന്താ? ഭൂകമ്പമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ വിവാഹിതരായി കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര പ്രേമമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രേമമാണ്. ആദ്യത്തെ ഒരാഴ്ച ഭർത്താവ് പറയുന്നതെല്ലാം എന്ത് ചെയ്യും? ഭാര്യ കേൾക്കും. രണ്ടാമത്തെ ആഴ്ച ഭാര്യ പറയുന്നതെല്ലാം ഭർത്താവ് കേൾക്കും. മൂന്നാമത്തെ ആഴ്ച രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ കേൾക്കും. അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പ്രൈസ് ദി ലോർഡ്. ഇതിലേക്ക് ഇപ്പോൾ ഇത് പറഞ്ഞപ്പം എനിക്ക് അടുത്തൊരു വെളിപ്പാട് വരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മെസ്സേജ് അടുത്ത് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് തിരുവല്ലായി പ്രസംഗിക്കാൻ വെച്ചിരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ കയറും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കുടുംബവും, ഞാൻ തമാശയിൽ പറഞ്ഞെങ്കിലും കുടുംബവും കുടുംബജീവിതവും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ തമ്മിൽ ആരാ വലിയവനെന്നുള്ളൊരു ചിന്ത കുടുംബത്തിൽ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ? ഭർത്താക്കന്മാരായ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം, ഞങ്ങളാണ് സുപ്പീരിയോറിറ്റി ഞങ്ങളാണ് എന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഭർത്താക്കന്മാരെ നിങ്ങളോട് പറയട്ടെ, ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടുപേർക്കും തുല്യ പദവിയാണ്, തുല്യ അധികാരമാണ്. എന്നാൽ രണ്ടുപേരും ഇപ്പം 140 MLA-മാരുള്ള നിയമസഭയിൽ എല്ലാവരും തുല്യരാണ് അല്ലേ? 140 MLA-മാരും തുല്യരാണ്. എന്നാൽ സഭയെ നയിക്കാൻ ഒരാൾ വേണം, ഒരു അധ്യക്ഷൻ വേണം. അതാണ് സ്പീക്കർ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തെ നയിക്കാൻ ഒരു കുടുംബനാഥൻ വേണം. ആ നാഥൻ വീട്ടിലെ പ്രൈസ് ദി ലോർഡ് ഭർത്താവാണ്. അപ്പോൾ ഇപ്പോൾ വചനം വായിക്കാൻ നമുക്കറിയാം, ഭാര്യമാരോട് പറയുന്നത് കീഴ്പ്പെടാനാണ് പറയുന്നത്. അവിടെ ചില ഭർത്താക്കന്മാർ, നീ വചനത്തിൽ വായിച്ച് കണ്ടില്ലേടി, ഇന്ന് പാസ്റ്റർ പറഞ്ഞത് പ്രസംഗിച്ച് നീ കണ്ടില്ലേടി, ഭാര്യമാർ കീഴ്പ്പെട്ടോണം. മനസ്സിലായോ? അത് കീഴ്പ്പെടുത്തില്ല, അതില്ല. പ്രൈസ് ദി ലോർഡ്. കീഴ്പ്പെടണം. ഭർത്താക്കന്മാരോട് പറയുന്നത് സ്നേഹിക്കണമെന്നാണ്. എന്താ ചെയ്യുന്നത്? സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കുന്ന ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യ. പ്രൈസ് ദി ലോർഡ്. കുറവുകളൊന്നും തോമസ് ബ്രദറും ഞാനും കൂടെ ഒക്കെ ഒരു കല്യാണത്തിന് പോവാ, കുമളിയിൽ. കല്യാണത്തിന് പോകുന്ന സമയത്ത് തോമസ് ബ്രദറിന് കല്യാണത്തിന് പോകുമ്പോൾ എന്തോ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഞാനാ വണ്ടി ഓടിക്കുന്നേ. അന്നേരം ഒരു പാട്ട് വരിക. ആ പാട്ട് ഇങ്ങനെയാണ്: കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയെ യേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ, പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പാട്ടാണ് ഈ പാട്ട്. കല്യാണങ്ങളിലൊക്കെ ഞങ്ങൾ പിന്നീട് പാടാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യ, രണ്ടുപേരും തുല്യരാണ്. അതുകൊണ്ടാണ് ഒരാൾ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരാളുടെ തെറ്റുകൾ എപ്പോഴും നമ്മളൊരു ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ ലിസ്റ്റുകൾ എന്നും കൊടുത്ത് അദ്ദേഹത്തെ വന്ന ഉടനെ ഒരു കട്ടൻ കാപ്പി കൊടുക്കുക, ഒരു ചായ കൊടുക്കുക, സ്നേഹിക്കുക. ആ പകലത്തെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒന്നും പറയാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ കർത്താവ്. അവിടെയാണ് ഒരു സഭ അവിടെയാണ് ഫോം ചെയ്യുന്നത്. ഇന്നിപ്പം സഭകൾ ഒരു കട്ടിലേക്ക് കിടക്കുന്ന ഭാര്യയും ഭർത്താവും പോലും പരസ്പരം മുഖത്തോട് പോകാൻ കാണുന്നില്ല. ഒരാളുടെ അങ്ങോട്ട് തിരിഞ്ഞ് മൊബൈൽ ഫോണിൽ കിടക്കും, ഭാര്യ ഇങ്ങോട്ട് തിരിഞ്ഞ് മൊബൈൽ ഫോണുമായിട്ട് കിടക്കും. രണ്ടുപേർക്കും പരാതിയില്ല. കാരണം ആ ഫോൺ ഈ ഭാര്യയ്ക്കും വേണ്ട, മറ്റേ ഫോൺ ഭർത്താവിനും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി പോയി. എല്ലാം ഫുൾ ടൈം മൊബൈല്, വാട്സപ്പ്, ഫേസ്ബുക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കുടുംബജീവിതം. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. കുറവുകളൊന്നും നോക്കില്ല. ഭർത്താവിൻ്റെ കുറവുകൾ, ഭാര്യയുടെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പണ്ട് തോസുട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കൗൺസിലിങ്ങിന് 78-80 വയസ്സുള്ളൊരു അപ്പച്ചനും അമ്മച്ചിയും വന്നു. ബുധനാഴ്ച ദിവസം കൗൺസിലിംഗ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാര്യം പറഞ്ഞു. അപ്പോഴത്തേന് അപ്പച്ചൻ പറഞ്ഞതാ, ഇവളെ അല്ല ഞാൻ കെട്ടാനിരുന്നത്. പ്രായമുള്ള ആൾ പറഞ്ഞ, തോസുട്ടി ഞാൻ തന്നെ പറഞ്ഞ, ഇവളെ അല്ല ഞാൻ കെട്ടാനിരുന്നത്. വേറെ നല്ല ഒത്തിരി ആലോചനകൾ എനിക്ക് വന്നതാണ്. പക്ഷേ എന്താ ചെയ്യാനോ, സഹിക്കുക. ഒരു 60 വർഷമെങ്കിലും ആയെങ്കിലും കല്യാണം കഴിച്ചിട്ട് നോക്കിയിട്ട് ഇപ്പോഴും അതൃപ്തനാ.
പ്രൈസ് ദി ലോർഡ്. ആ ആള് ഇപ്പം പലർക്കും തോന്നും നമുക്ക് കിട്ടിയ പാർട്ട്ണർ, ഭാര്യ, ഭർത്താവ്, ഇവളെക്കാട്ടിൽ ഇച്ചിരൂടെ നല്ല ഒരു ഭാര്യ എനിക്ക് കിട്ടിയേനെ, ഇവളെക്കാട്ടിൽ ഇച്ചിരൂടെ ഇയാളെക്കാട്ടിൽ നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയേനെ. അല്ലെങ്കിൽ വഴക്കുണ്ടാവും പറഞ്ഞാൽ എത്രയോ ആൾക്കാർ വന്ന് എന്നെ പെണ്ണ് കണ്ടതാ, എത്രയോ നല്ല കല്യാണം വന്ന് ഇങ്ങേര് മാത്രമേ ഉള്ളൂ എൻ്റെ തലയെ വെച്ച് കെട്ടാൻ എന്നൊക്കെ പറയും. ഒരു കാര്യം പറയും, ഇങ്ങേരായതുകൊണ്ടാണ് ഇപ്പോഴേ കഞ്ഞി കുടിച്ചെങ്കിലും നീ കിടക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ട പുകയായനെ. എൻ്റെ ഭാര്യ ഞാനിങ്ങനെ ജില്ലെന്ന് പറയുമ്പോഴത്തേന് പറയും മിണ്ടണ്ട, ഞാൻ ഉള്ളതുകൊണ്ടാ. ഞാൻ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് താഴോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചില പ്രസംഗമൊക്കെ ഒക്കും. ആൾക്കാർ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആൾക്കാരൊക്കെ കൈയടിച്ച് ഓ ഇന്നത്തെ പ്രസംഗം ഒന്ന് ഏറ്റവും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് മസിലൊക്കെ പിടിച്ച് ഇറങ്ങുമ്പോഴത്തേന് പറയാം അധികം പൊങ്ങണ്ട, ഞാൻ ഇല്ലായിരുന്ന കാണാമായിരുന്നു എൻ്റെ ഭാര്യ പറയും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുടെ ഈ ക്രിസോസ്റ്റം തിരുമേനി അറിയാമല്ലോ. ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരു ബുക്കിനകത്ത് ക്രിസോസ്റ്റം തിരുമേനി കഥ പറയുന്നുണ്ട്. തിരുമേനിയോട് ഒരാളിങ്ങനെ പറഞ്ഞു, തിരുമേനി ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ, നമ്മുടെ ജോസ്മോന് പറ്റിയ ഒരു പെണ്ണ് വേണം. ഓക്കെ, അപ്പോൾ പറ്റിയ ഒരു പെണ്ണിനെ വേണം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡിമാൻഡ്? അത് നല്ല പഠിത്തം വേണം ചെറുക്കന്, പിന്നെ നല്ല കുടുംബക്കാരായിരിക്കണം, കാണാൻ നല്ല സുന്ദരി പെണ്ണായിരിക്കണം, ഇത്ര വയസ്സ് വേണം, ഒരു 5-8 ലിസ്റ്റ്. നിർത്ത്, നിങ്ങൾ ഈ പറയുന്ന മാതിരി ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കുപ്പായം ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമുക്ക് കുറവുള്ളൊരു ഭാര്യയെ തന്നെയാണ് കിട്ടിയത്, കുറവുള്ളൊരു ഭർത്താവിനെ തന്നെയാണ് കിട്ടിയത്. പക്ഷേ രണ്ടുപേരും ചേരുമ്പോൾ അത് മുപ്പിളിച്ചരട് അറ്റുപോകത്തില്ലെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ കർത്താവും കൂടെ ചേർന്നൊരു കുടുംബജീവിതമാണെങ്കിൽ അത് അറ്റുപോകത്തില്ല, അത് സ്വർഗം തന്നെയായിരിക്കും. ഹല്ലേലൂയ, അത് സ്വർഗം തന്നെയായിരിക്കും. അതുകൊണ്ട് വിശ്വാസിയുടെ കുടുംബജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിൽ നിന്ന് പറയാനുണ്ട് കേട്ടോ, ഒത്തിരി എനിക്ക് പറയാനുണ്ട്, ഒരുപാട് തമാശ വരെ എനിക്കിതിനകത്ത് പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കുടുംബത്തിൽ പ്രധാനമായിട്ടൊരു കുടുംബ പ്രാർത്ഥന എന്താ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പവറല്ല ഉദ്ദേശിക്കുന്നത്, കുടുംബ പ്രാർത്ഥനയിൽ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ എഫെസോസ് ലേഖനം പഠിച്ചാൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ കുഞ്ഞുങ്ങളോടുള്ള നിർദ്ദേശമുണ്ട്, ദാസന്മാരോടുള്ള നിർദ്ദേശമുണ്ട്, സ്വതന്ത്രരോടുള്ള നിർദ്ദേശമുണ്ട്, യജമാനന്മാരോടുള്ള നിർദ്ദേശമുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് യൂത്ത് ഒത്തിരി കാണുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിൽ കുഞ്ഞിനെ കൊണ്ടുവന്നു, അപ്പൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അവർ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് ഈ കൊച്ചിന് അത് ഈ പെൺകുട്ടിക്ക് ആ ഒരു പ്രണയമുണ്ട്, ആ പ്രണയത്തിൽ അതിനകത്ത് അകപ്പെട്ട് ഒന്നും പറയാൻ കൊള്ളത്തില്ല, ആ ഒരു രീതിയിലോട്ടങ്ങ് പോവുക, രക്ഷയില്ല, ചാടിപ്പോകുമെന്ന് ഉറപ്പാണ്, അതുപോലെ നിൽക്കുകയാണ്. വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒന്നിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഇത് ചാടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവൻ്റെ ടീമായിട്ട് അവൻ്റെ കൂട്ടുകാരൻ നിൽക്കുന്നു, അവളുടെ കൂട്ടുകാരത്തികൾ നിൽക്കുന്നു. അപ്പനും അമ്മയും വളരെ എൻ്റെ അടുക്ക് കൗൺസിലിംഗ് കൊണ്ടുവന്നു. എന്തായാലും ഇപ്പോഴും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, നോർത്ത് പറവൂരിലുള്ളതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുവാണ്, ആ ചെറുക്കനാണെങ്കിൽ ചുമ്മാ വെറുതെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ പുറകെ നടക്കുന്നൊരു പയ്യനാണ്, യാതൊരു കഥയുമില്ല, ഒന്നുമില്ല, ഒരു രക്ഷയില്ല. കൊച്ചിനോട് സംസാരിക്കുമ്പോൾ ഒന്നും നമ്മൾ പറയുന്നവൻ്റെ തലയിൽ കയറുന്നില്ല. ഇതുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പുതിയ പുതിയ വാക്കുകളുണ്ട് പാസ്റ്ററെ, മനസ്സിലായോ? എനിക്കവള് സെറ്റായതാ, സെറ്റ് പുതിയ വാക്കണം, എനിക്കവള് സെറ്റായതാ, ഞങ്ങൾ സെറ്റായതാണ്, ഇനി എന്ത് ചെയ്യത്തില്ല, സെറ്റെന്നൊക്കെ ഞങ്ങളൊക്കെ പണ്ടൊക്കെ വേറെ വാക്കൊക്കെ ഉപയോഗിച്ചു, അങ്ങനെയൊക്കെ ഓരോരോ വാക്കുകളൊക്കെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മക്കളോട് പറയാം, നിങ്ങളെ ജന്മം നൽകാനും നിങ്ങളെ അരയും തലയും മുറുക്കി നിങ്ങളെ വളർത്താനും ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തക്കതായ ഒരു തുണയെ കണ്ടുപിടിച്ച് ഹല്ലേലൂയ തരാനും ഞങ്ങൾക്ക് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ആ അവസരം മാതാപിതാക്കൾക്ക് കൊടുക്കണം, തന്നെത്താൻ തിരഞ്ഞെടുക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ഭാര്യയ്ക്ക് തക്കതായ ഒരു ഇണയല്ല, ഇണ മൃഗങ്ങൾക്കാണ്, തക്കതായ തുണയാണ്. ഇണയാണെങ്കിൽ അതൊരു വൈകാരിക ബന്ധമാണ്, ഇണ ഇട്ടേച്ച് പോകും, എന്നാൽ തുണ ഇട്ടേച്ച് പോകത്തില്ല. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു തുണയാണ്. ഹല്ലേലൂയ. അതുപോലെ ഇതൊരു രക്തബന്ധമല്ല, ഭാര്യ ഭർത്തൃ ബന്ധം ഒരു രക്തബന്ധമല്ല, മനസ്സിലായോ? ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ എന്താ ആദം തന്നെ പറഞ്ഞത്? ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അസ്ഥിയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം പെണ്ണിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്?
അസ്ഥിയിൽ നിന്ന്. ബോണ്ട് റിലേഷനാണ്. അതുകൊണ്ടാണ് അതും ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞങ്ങൾ ആണുങ്ങൾക്കേ, ആണുങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മണ്ണല്ല, പൊടി. അതാ കറക്റ്റ്. മണ്ണിനകത്ത് 92 എലമെൻറ്റ്സ് ഉണ്ട്, പൊടിക്കകത്ത് 20 എലമെൻറ്റ്സേ ഉള്ളൂ. മണ്ണും കൊണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഈ ആസ്പെറ്റോസൊക്കെ ഒടിച്ചെടുക്കാമെന്ന്, ഇഷ്ടികയൊക്കെ ഒടിച്ചെടുക്കാമെന്ന് ഒടിച്ചെടുക്കാമായിരുന്നു മണ്ണും കൊണ്ടായിരുന്നെങ്കിൽ. പൊടി ആണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടിയത്, പൊടിയിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ പൊടിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് അലിയും. ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെ അച്ചാച്ചാ അതാ നല്ലൊരു ചുരിദാർ, നല്ലൊരു ചുരിദാർ അച്ഛൻ മേടിച്ച് തച്ചെന്ന് പറഞ്ഞ് നമ്മൾ പൊക്കോണം, പൈസ ഒന്നുമില്ല, ശമ്പളം കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, ശമ്പളം എല്ലാം തീർന്നു, മേടിച്ച് തരത്തില്ല, പൊക്കോണം എന്ന് പറയും. പിന്നെ അച്ഛൻ നല്ലൊരു നീർത്തച്ച വണ്ടി നീർത്തച്ച നല്ലൊരു ചുരിദാറാണ്, അലിഞ്ഞു. കാരണം ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പൊടി. എന്നാൽ ഇതുങ്ങളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? സ്ത്രീകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? അസ്ഥിയാ. വെള്ളത്തിലിട്ട് അലിയുമോ? എവിടെ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയാം, തക്കതായ ഒരു തുണയെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് തരും. പണ്ട് ഒരു അച്ഛൻ തൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ നടത്തുന്ന ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നു. അച്ഛൻ ചെന്നപ്പോൾ അച്ഛൻ അവിടുത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഈ ഡോക്ടറെ കൂട്ടി ഓരോരോ സെല്ലിൽ ചെന്നു. ചെന്നപ്പോൾ ആദ്യത്തെ സെല്ലിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന സെല്ലിനകത്ത് കിടക്കുന്ന ഒരാൾ ലില്ലി 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 എന്ന് പറഞ്ഞുള്ള പേര് വിളിച്ച് ഭയങ്കര കരച്ചിൽ. ഉടനെ ഈ അച്ഛൻ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടറെ ലില്ലി എന്ന് വിളിച്ച് കറിയുന്നത്? അത് ആ പുള്ളി ലില്ലി എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു. അവസാന കല്യാണം നടക്കാതെ പോയി. ലില്ലിയെ വേറൊരാൾ കെട്ടി. അതിൻ്റെ നിരാശയിൽ പുള്ളിക്ക് ഭ്രാന്ത് പിടിച്ചു. പുള്ളി അങ്ങനെ ഇവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സെല്ലുകളിൽ കൂടെ പ്രാർത്ഥിച്ച് അവസാനത്തെ സെല്ലിൽ ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന ആളും ലില്ലി 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 എന്ന് കിടന്ന് കരയുന്നു. ഇതെന്തൊരു കളി, ഇതെന്താ ഡോക്ടറെ ഈ ആൾ ലില്ലി ലില്ലി എന്ന് വന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അത് മുമ്പേ പറഞ്ഞ ആ പ്രേമിച്ച പെണ്ണില്ലേ, ആ പെണ്ണിനെ കെട്ടിയ പുള്ളി ഇതെന്ന് പറഞ്ഞു. പ്രേമിച്ചവരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾക്കുള്ള അവസരം കൊടുക്കുക. ഇപ്പോൾ പറഞ്ഞില്ല, എൻ്റെ മോളി ഇടയ്ക്ക് പറഞ്ഞില്ല, പപ്പ എന്തുവാ ഈ പറയുന്നത്, പപ്പയൊക്കെ ഓജി അവർക്ക് പിടി കിട്ടും, ഇവിടെ ഇരുന്നാൽ പിടി കിട്ടും. പപ്പ എന്തുവാ പപ്പ ഈ പറയുന്നത്, പപ്പയൊക്കെ ഓജിയാ. എന്താ ഓൾഡ് ജനറേഷൻ, ഞങ്ങൾ എൻജിയാ, ഞങ്ങൾ ന്യൂ ജനറേഷൻ. ഹല്ലേലൂയ. അപ്പോൾ കുടുംബജീവിതം, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും അധികം പ്രാധാന്യമുള്ള കാര്യമാണ്. വിശ്വാസി കുടുംബത്തിലാണ്. വിശ്വാസിയുടെ കുടുംബജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എഫേസോസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ പ്രധാന കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ 10 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഭാഗം കാണാം. വായിച്ചാട്ടെ. വളരെ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ശ്രദ്ധിക്കുക. എനിക്കറിയാം ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നും ഒരുപക്ഷേ നമ്മുടെ ദേവദാസൻ തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഒരു ആവർത്തനം വീണ്ടും വന്നോട്ടെ, കൂടുതൽ നമ്മളെ ഉറപ്പിക്കാൻ സഹായിക്കും. ഹല്ലേലൂയ. ഇവിടെ ലേഖനം അവസാനിക്കുക, 6-ാമത്തെ അധ്യായമല്ലേ ലേഖനം അവസാനിക്കുക അല്ലേ. അവിടെ ഒടുവിൽ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാലും ഫൈനലിൽ നിന്നേ ഉള്ളൂ, ഇംഗ്ലീഷിലും അത് ഫൈനലിൽ നിന്നേ ഉള്ളൂ, ഒടുവിൽ നിന്നാണ്. വാസ്തവത്തിൽ അതിനൊരു ഇംഗ്ലീഷ് ഞാൻ പറയാം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഒരു പര്യവസാനമല്ല, ഒരു പുതിയ കാര്യത്തിൻ്റെ തുടക്കമാണ് വരുന്നത്. ഞാൻ മറ്റൊരു വാക്ക്, ഫൈനലി എന്നതിന് പകരം ഞാൻ മറ്റൊരു വാക്ക് ഞങ്ങൾക്ക് തരാം, ഇംഗ്ലീഷിലൊരു വാക്ക് തരാം. ആ വാക്ക് ഇതാണ്, അൾട്ടിമേറ്റ്ലി. ആത്യന്തികമായി, അൾട്ടിമേറ്റ്ലി. പൗലോസിൻ്റെ ലേഖനങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് ഒടുവിൽ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. അപ്പം നമ്മൾ ലേഖനം വായിച്ച് വരുന്നു, 6-ാം അധ്യായം വരുന്നു, ലേഖനം അവസാനിക്കാൻ പോകുന്നു, ലേഖനം കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഒടുവിൽ അവിടെ കണ്ട നമ്മളും എന്താ, അവസാനമായി അങ്ങനെ എടുക്കുക. എന്നാൽ ഒടുവിൽ എന്ന് പറയുമ്പോൾ അവിടെ അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി ഒരു പുതിയ കാര്യത്തിൻ്റെ ആരംഭം അവിടെ തുടങ്ങുക.
അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് പൗലോസ് ഒടുവിൽ എന്ന് ചേർത്ത് വരുന്ന വാക്യത്തിന്. ഞാൻ ഒരു കാര്യം കൂടെ ഒരു ടിപ്സ് പറയട്ടെ. ശ്രദ്ധിക്കണം. നിങ്ങൾ ലേഖനം വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് കർത്താവിൽ പ്രബോധിപ്പിക്കുന്നു. പ്രത്യേകാൽ പൗലോസിൻ്റെ ലേഖനം. ഹല്ലേലൂയ. അപ്പോൾ ലേഖനം വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ലേഖനത്തിന് ചില ബ്രിഡ്ജ് വേർഡ് പാലമായി വർത്തിക്കുന്ന ചില വാക്കുകളുണ്ട്. പിന്നെ ലേഖനത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്താ? ലെറ്റേഴ്സ്. കത്ത്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കത്ത് വന്നാൽ നിങ്ങൾ കത്തിൻ്റെ ആദ്യ ഖണ്ഡിക വായിച്ചിട്ട് പിന്നെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയാണോ ആ കത്ത് വായിക്കുന്നത്? കത്ത് വായിക്കുമ്പോൾ ഒന്നിച്ചാ മുഴുവൻ കത്തും വായിക്കാറില്ലേ? അതിനിപ്പോൾ പിള്ളേർ ഇനി NG ചോദിക്കും കത്ത് എന്തുവാന്ന്. ഹല്ലേലൂയ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ലേഖനം തന്നാൽ എന്ത് ചെയ്യണം? അത് മുഴുവനും വായിക്കണം. പിന്നെ ഒരു ലേഖനം നിങ്ങൾ വായിച്ചാൽ, ഇപ്പോൾ എഫെസോസ് ലേഖനം, എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ സ്വഭാവമല്ല, ഇതിന് പ്രത്യേകതയാണ്. ഒരു ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഈ ലേഖനം എന്നെഴുതി, എപ്പം എഴുതി, എവിടെ വെച്ചെഴുതി, എന്തിനെഴുതി, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അത് പഠിക്കണം. ഇപ്പോൾ എഫെസോസ് ലേഖനം എവിടെ വെച്ചെഴുതി, എന്നാ എഴുതിയത്, ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ലേഖനം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ഈ ബ്രിഡ്ജ് വേർഡായി, അഥവാ ഇപ്പോൾ ബ്രിഡ്ജ് വേർഡ് ഞാൻ പറയാം, പാലമായി വരുന്ന വാക്കുകൾ ഞാൻ പറയാം. അതുകൊണ്ട് പിന്നെ അതു നിമിത്തം, എന്നാൽ എന്ന് തുടങ്ങുന്ന ചില വാക്കുകൾ ചേർത്ത് ചില വാക്കുകൾ വായിച്ചിട്ടില്ലേ? ഉറക്കം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ വചനത്തിൽ നിന്ന് പറഞ്ഞാൽ ഉറക്കം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വരുന്ന വാക്ക്, അപ്പോൾ അങ്ങനെ വരുന്ന വാക്കിൻ്റെ പ്രത്യേകത ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നവരോടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ അങ്ങനെ വരുന്ന വാക്ക് അതുകൊണ്ട്, അതൊന്നും എഫെസോസിൽ ഒത്തിരി ഉണ്ട്, ആ ലേഖനത്തിൽ ഒത്തിരി അങ്ങനെ ഈ വാക്കുകളുണ്ട്. ഇങ്ങനത്തെ വാക്ക് വരുന്ന ഇപ്പം അതുകൊണ്ട് പൗലോസ് എന്ന ഞാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തുണ്ട്? മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഈ അതുകൊണ്ട്, അല്ലെങ്കിൽ ആയതിനാൽ, അല്ലെങ്കിൽ എന്നാൽ, അതു നിമിത്തം എന്ന് തുടങ്ങിയ വാക്കുകൾ ചേർത്ത് പറയുന്നത്. അത് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. അതിൽ മുകളിൽ പറയുന്ന കാര്യങ്ങൾ, താഴെ പറയുന്ന കാര്യങ്ങൾ ചേർത്ത് വായിച്ചാലേ എഴുതിയിരിക്കുന്ന സംഭവം മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ബൈബിൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഇവിടെ ഉണ്ടോ? ഇപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ അച്ചായനോട് പറഞ്ഞിട്ടുണ്ട് ഈ അധികം പഠിപ്പിക്കാനൊന്നും പോകരുത്. നിങ്ങൾ വചനം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരിരുന്ന് ഉറങ്ങും വചനം പഠിപ്പിക്കാൻ പോയാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വചനം പഠിപ്പിക്കില്ലേ. വചനം പഠിപ്പിച്ചാൽ ഇങ്ങനെ ഒരു ഇത് വരും. സ്തോത്രം. ഇത് ദൈവവചനം പഠിക്കാൻ ഏറ്റവും നല്ലൊരു ഉപായമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നല്ലൊരു ഉപായം, നല്ല വാക്കല്ലല്ലോ, നല്ലൊരു ഉപാധിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അത് വിടാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സർവായുധ വർഗത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ മൊത്തം 6 ആയുധങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും പിന്നെ വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ വാക്ക് പറയാണ് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഈ ആയുധത്തെ 2ആയിട്ട് തിരിക്കാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതാണ് ഒന്ന് ഡിഫെൻസീവ് വെപ്പണും ഒഫെൻസീവ് വെപ്പൺസും. ഹല്ലേലൂയ. പ്രതിരോധിക്കാനുള്ളതും ആക്രമിക്കാനുള്ളതും. പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ 5 ഉള്ളപ്പോൾ ആക്രമിക്കാൻ ഒരായുധമേ തന്നിട്ടുള്ളൂ. ആ ആയുധത്തിൻ്റെ പേരാണ് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഹല്ലേലൂയ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ, ആ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളുകൊണ്ട് നിനക്കെതിരെ ശത്രു കെട്ടുന്ന കെട്ടുകളെ, ബന്ധനങ്ങളെ അഴിച്ചു വിടാൻ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളുകൊണ്ട് സാധിക്കും. വചനം കൊണ്ട് നേരിടണം പിശാചിനെ. വചനം കൊണ്ട് നേരിടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ എഫെസോസ് ലേഖനത്തിന് തുല്യമായി പഴയ നിയമത്തിൽ വരുന്നൊരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. ഹല്ലേലൂയ. എഫെസോസ് ലേഖനത്തിന് തുല്യമായി വരുന്ന പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകത്തിനകത്ത് യോശുവയോട് പറഞ്ഞു, 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ ജീവകാലത്ത് ഒരാൾ പോലും നിനക്കെതിരെ നിൽക്കത്തില്ല. നിന്റെ ജീവകാലത്ത് ഹല്ലേലൂയ
ഒരാൾ പോലും നിനക്കെതിരെ നിൽക്കത്തില്ല. അടുത്ത വാക്യം പറയാമോ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. മോശയോട് കൂടെ ഇരുന്ന ദൈവം, യോശുവയുടെ കൂടെ ഇരുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യോശുവയെ യുദ്ധക്കളത്തിൽ ഇറക്കി വിട്ടിട്ട് തനിയെ വിട്ടതല്ല എൻ്റെ ദൈവം. അങ്ങനെ നിന്റെ യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ നീ തനിയെ അല്ല, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്തെ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ യുദ്ധം ചെയ്തെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പോരാട്ടമുണ്ടോ? പോരാട്ടമുണ്ടോ? അടുത്ത വാക്യം അവിടെ അമ്മോളോട് വായിക്കാൻ പറഞ്ഞു. അമ്മോൾ ഇങ്ങനെ വായിക്കും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ ശത്രു അടുത്തിരിക്കുന്ന ആളല്ല, ജഡരക്തങ്ങളോടല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് അവിടെയാണ്. അപ്പോൾ വിശ്വാസിക്ക് പോരാട്ടമുണ്ടോ? പോരാട്ടമുണ്ട്. നമ്മളോട് പോരാട്ടം തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടാ പോരാട്ടം. നമ്മളോട് പോരാട്ടം എന്നല്ല, നമുക്ക് അങ്ങോട്ട് പോരാട്ടമുണ്ട്. പ്രൈസ് ലോർഡ്. ഇപ്പോൾ ചില വിശ്വാസികളൊക്കെ ഇങ്ങനെ ബ്രദറെ പ്രാർത്ഥിക്കണേ, ഭയങ്കര പോരാട്ടമാണ്. ഇത് തന്നെ പിശാചും പറയുന്നത്. മനസ്സിലായോ? രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ പറയുക, ബ്രദറെ വലിയ പോരാട്ടമാണെന്ന് പറയുന്നത്. പിശാചു എന്താ പറയുന്നത്? ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം പിശാചു പറയും എന്നെക്കൊണ്ട് വലിയ പോരാട്ടമാണെന്ന്. പിശാചു ഇത് തന്നെ പറഞ്ഞു നടക്കുന്നത്. നിങ്ങളെക്കൊണ്ട് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ്, പോരാട്ടമാണെന്ന് പറഞ്ഞ് പിശാചു നടക്കുക. നമ്മൾ പറയണ്ട പോരാട്ടമാണെന്ന്. പ്രൈസ് ലോർഡ്. നമ്മൾ പോർക്കളത്തിലാണ്. സർവായുധ വർഗം തന്നിട്ടുണ്ട്. സർവായുധ വർഗത്തിനകത്തെ എല്ലാ ആയുധങ്ങളും ഫ്രണ്ടിൽ, ഹല്ലേലൂയ, ബ്രസ്റ്റ് പ്ലേറ്റ്, നീതി എന്ന കവചം. ശ്രദ്ധിച്ചോ, പുറകുവശം കവർ ചെയ്യാൻ ഒരായുധവും ഇല്ല. നമ്മുടെ പിൻഭാഗം കവർ ചെയ്യാൻ ഒരായുധവും തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നീ മുൻപോട്ട് യുദ്ധം ചെയ്ത് പോരാട്ടം ചെയ്ത് മുൻപോട്ട് പൊക്കോ. ഹല്ലേലൂയ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറമോട്ട് നടക്കുന്നവനല്ല യഥാർത്ഥവൻ. പിന്തിരിഞ്ഞ് നടക്കുന്നവനല്ല പോരാളി. മുൻപോട്ട് ഓരോ പോരാട്ടങ്ങളും ജയിച്ച് മുൻപോട്ട് മുന്നേറുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ 6 സർവായുധ വർഗ്ഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കൺക്ലൂഷൻ ചെയ്യും. നിങ്ങളൊക്കെ ഇച്ചിരി ഡൗൺ ആയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മെസ്സേജ് ഞാൻ മാറ്റുകയല്ല, മെസ്സേജ് ഞാൻ പെട്ടെന്ന് കൺക്ലൂഷൻ ചെയ്യുക. ഹല്ലേലൂയ. പിന്നെ സ്വത്രം അതിൻ്റെ 7-ാമത്തെ ആയത് 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമോ? സകല പ്രാർത്ഥനയാലും യാചനയാലും ഇതിനായി ജാഗരിച്ചും കൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. പ്രാർത്ഥന എന്നുള്ള വാക്ക് 3 പ്രാവശ്യം അവിടെ വരുന്നുണ്ട്. സർവായുധ വർഗം 6 എണ്ണം കഴിഞ്ഞിട്ട് ഞാൻ ഈ കോവിഡ് സമയത്ത് വീട്ടിലിരിപ്പായിരുന്നു. അവിടുത്തെ ചില ഫേസ്ബുക്ക് കൂട്ടായ്മകളും വാട്സപ്പ് കോട്ടയത്ത്, അന്ന് ഞാൻ കോട്ടയത്തായിരുന്നു, കൂട്ടായ്മകളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചില ലേഖനങ്ങൾ എഴുതി വിടും. അപ്പോൾ ആ സമയത്ത് ദേവദാസന്മാരൊക്കെ ഒരുപാട് കഷ്ടത്തിലായി. ഒരുപാട് പേര് പെയിൻറ്റിങ് ജോലിക്കൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ദേവദാസന്മാരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനും സാമ്പത്തികമായി സഹായിക്കാനൊക്കെ ഞാൻ മുന്നിട്ടിറങ്ങിയായിരുന്നു. അതൊരു വിജയമായിരുന്നു. ആ സമയത്ത് കുറേ ലേഖനങ്ങൾ എഴുതി. ആ ലേഖനങ്ങൾ എഴുതിയിൽ 2 എണ്ണം വൈറലായിരുന്നു. 3 എണ്ണം ദേവദാസന്മാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ആവശ്യത്തെപ്പറ്റി പറഞ്ഞത് ഒത്തിരി വൈറലായിരുന്നു. കൂടാതെ 2 ലേഖനങ്ങൾ വൈറലായി. ഒന്നാമത്തെ ഒരു ലേഖനം ഇതായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നല്ലോ സോഷ്യൽ ഡിസ്റ്റൻസ്, അകലം പാലിക്കണം അല്ലേ? കോവിഡ് വന്നപ്പോൾ എന്തായിരുന്നു പ്രധാനപ്പെട്ട വാക്ക്? അകലം പാലിക്കണം. എന്നാൽ അകലം പാലിക്കരുത് എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം എഴുതി. ഹല്ലേലൂയ. അകലം പാലിക്കരുത് എന്ന് വെച്ചാൽ മർക്കോസ് അവനെ അകലം വിട്ട് പിൻചെന്നു എന്നുള്ള വാക്യം എടുത്തിട്ട് അകലം പാലിക്കരുത് എന്ന് പറഞ്ഞ്, അത് ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് അതൊന്ന് കുറച്ച് പേര് ഷെയർ ചെയ്തു. പിന്നീട് ഞാൻ കുറിച്ചൊരു ലേഖനമാണ് 7-ാം ആയുധം എന്ന് പറഞ്ഞ്. ഈ പറയുന്ന വാക്യമാണ് 18-ാമത്തെ, ഈ എഫീഷ്യർ 6:18 സർവായുധ വർഗം 6 എണ്ണം പറഞ്ഞു. രക്ഷ, വിശ്വാസം, സമാധാന, സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, ദൈവവചനം, ഇങ്ങനെയുള്ള ഈ സർവായുധ വർഗ്ഗങ്ങളെ പറ്റി പറഞ്ഞിട്ട്, ഈ 6 ആയുധങ്ങളെ പറ്റി പറഞ്ഞിട്ട് 7-ാമത്തെ ഒരു ആയുധത്തിനെ പറ്റി പറയുകയാണ്. 7-ാമത്തെ ആയുധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ 6 ആയുധങ്ങളും ഹല്ലേലൂയ അത് ഭരിക്കണമെങ്കിൽ 7-ാമത്തെ ഈ പ്രാർത്ഥന എന്ന ആയുധം ഇല്ലെങ്കിൽ ഈ 6 ആയുധങ്ങളും ഭരിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജിൽ ഞാൻ ഓർക്കുന്നു, ഞാനിവിടെ പറഞ്ഞത് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള പ്രസംഗങ്ങളല്ല.
നമുക്ക് വേണ്ടത് പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളല്ല, നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പല ആൾക്കാർക്കും ഇന്ന് പ്രാർത്ഥന പരിച്ഛേദം നിന്ന് പോയിട്ടുണ്ട്. പരിച്ഛേദം പ്രാർത്ഥന നിന്ന് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വൈകിട്ട് സമയം 12:30 ഞാൻ ഇന്ന് വൈകിട്ട് തിരുവല്ലായിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് ഉള്ളിൽ വന്നിരിക്കുന്ന പ്രേരണ ഈ പറയുന്ന ഇതിൻ്റെ മറ്റൊരു സെക്കൻഡ് പാർട്ടായിട്ടുള്ള വരുന്നൊരു മെസ്സേജാണ്. എഫെസോസ് സഭയുടെ ഏകദേശം ഒരു 40-50 വർഷത്തെ വിശ്വാസം ജീവിതത്തെക്കുറിച്ച് ഒരു യാത്രയാണ് എഫെസോസ് സഭയുടെ. എഫെസോസ് സഭ സ്ഥാപിക്കപ്പെടുന്നത് AD 57-58 കാലഘട്ടത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ 3ാം മിഷണറി യാത്രയിൽ. ശ്രദ്ധിച്ച് കേട്ടോ, മനസ്സിലാകുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതിനുശേഷം AD 58 സഭ സ്ഥാപിതമായി. അവിടെ എല്ലാം പാസ്റ്റേഴ്സിനെ ആക്കി. മിലേത്തോസിൽ വന്നിട്ട് അവിടുന്ന് പുള്ളിക്കാരൻ കപ്പൽ കയറി വന്നു. അവിടുന്ന് പുള്ളിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കപ്പലെ കയറ്റി കൊണ്ടുപോയി റോമിൽ ചെന്നു. ആ റോമിൽ ജയിലിലായി. അവിടെ കിടന്ന് എഴുതിയ ലേഖനമായി എഫെസോസ് ലേഖനം. സിമ്പിൾ. ഹല്ലേലൂയ. അങ്ങനെ AD 58-57 കാലഘട്ടത്തിൽ ഈ 3 വർഷം കൊണ്ട് അവിടെ സഭ സ്ഥാപിതമായി. AD 60-62 കാലഘട്ടത്തിൽ പൗലോസ് ഈ എഫെസോസ് ലേഖനം എഴുതി. വർഷം എത്രയായി? AD 57 തൊട്ട് 62 വരെ 5 കൊല്ലം. 5 കൊല്ലം എഴുതിയപ്പോൾ ആ സഭയെക്കുറിച്ച് യാതൊരു കുറ്റം എഴുതിയിട്ടില്ല. സഭയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഉന്നത ആത്മീയ സത്യങ്ങളാണ് സഭയ്ക്ക് എഴുതിയത്. ഓക്കെ. അവിടുന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ, ജസ്റ്റ് 3 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്ക് ഒരു ലേഖനം കൂടെ എഴുതി. എഫെസോസുകാർക്ക് എഴുതിയ മൊത്തം 3 ലേഖനം ബൈബിളിലുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ മൊത്തം 3 ലേഖനം ബൈബിളിലുണ്ട്. ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുവാണ്, ഇങ്ങനെ പറയും. ഹല്ലേലൂയ. രണ്ടാമതൊരു ലേഖനം 3 കൊല്ലം കഴിഞ്ഞൊരു ലേഖനം എഴുതി. എഫെസോസ് സഭയ്ക്ക് ഒരു ലേഖനം എഴുതാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അത് എഫെസോസ് സഭയ്ക്ക് എഴുതാതെ ആ സഭയുടെ ഡയോസിസ് പാസ്റ്റർക്ക് എഴുതി. അതാണ് 1 തീമോഥെയോസ്. മനസ്സിലാകുന്നുണ്ടോ? 1 തീമോഥെയോസ് ലേഖനം എഫെസോസ് ലേഖനമാണ്. അതായത് അന്നേരം തീമോഥെയോസ് എവിടെയാ? എഫെസോസ് എന്ന പ്രവിശ്യയുടെ പാസ്റ്ററാണ്. ആ സഭയുടെ പ്രശ്നങ്ങൾ എന്ത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ആ സഭയുടെ ഇടയൻ എഴുതിയ ലേഖനമാണ് 1 തീമോഥെയോസ്. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ആദ്യം 5 കൊല്ലം, ആദ്യത്തെ ഒരു 7 വർഷം സഭയിലെ വിശ്വാസികൾ വലിയ കുഴപ്പമില്ലാതെ പോയി, മുൻപോട്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. ഈ പറഞ്ഞ ഒന്ന് വായിക്കാമോ? 1 തീമോഥെയോസ് 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി. വായിച്ചു വിട്ടാൽ ഞാൻ എൻ്റെ മെസ്സേജ് ഇപ്പം തന്നെ അവസാനിപ്പിക്കും. അന്യത ഉപദേശിക്കരുതെന്നും. ഇപ്പൊ അവ എന്താ, നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നു. ഈ ആജ്ഞയുടെ ഉദ്ദേശമോ എന്നെല്ലാം പറഞ്ഞിട്ട് അന്യത എന്ത് ചെയ്യരുത്? ഉപദേശിക്കരുതെന്നും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്നാ? അവിടെ വേറെ അന്യത ഉപദേശം, അവിടെ വേറെ ഉപദേശം അവിടെ കയറിയെന്നല്ലേ അതിന്റെ അർത്ഥം. ഈ 7 കൊല്ലം ഒരു കുഴപ്പവും സഭയ്ക്കില്ലായിരുന്നു. ഇപ്പൊ അവിടെ എന്ത് ചെയ്തു? അന്യത ഉപദേശിക്കരുതെന്നും. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും. അപ്പൊ എന്തോ അവിടെ എഫെസോസ് സഭയിൽ എന്ത് വന്നു? തർക്കങ്ങള്, കെട്ടുകഥകള്, അന്തമില്ലാത്ത വംശാവലികളെ. അന്തമില്ലാത്ത വംശാവലികളെ എന്ന് വെച്ചാൽ പൗലോസ് എൻ്റെ അളിയനായിരുന്നു. പൗലോസ് ഇവിടെ വന്നപ്പോൾ എന്നെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചത്. അന്തമില്ലാത്ത വംശാവലികള് ശ്രദ്ധിക്കരുതെന്നും. ശ്രദ്ധിക്കരുതെന്നും. അപ്പൊ ശ്രദ്ധിക്കരുത് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ എഫെസോസ് സഭയിൽ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ വീട്ടിൽ പോവാ. ഞാൻ എറണാകുളത്ത് രാവിലെ 4 മണിയായപ്പോൾ ഇറങ്ങിയിട്ട് വന്നതാ കേട്ടോ. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണാനല്ല ഞാൻ വന്നേക്കുന്നത്. എനിക്കത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു എനർജി വരുന്നു. ഇങ്ങനെയൊക്കെ ഇപ്പോഴായി. തുടക്കം നല്ല സഭയായിരുന്നു. ഈ ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത് കേവലം ആരംഭ ശൂരത്വമല്ല. ചിലർക്ക് അങ്ങ് ഭയങ്കര ആരംഭത്തിലങ്ങ് അഭിഷേകം. പാസ്റ്റർ എപ്പോഴാണ് മീറ്റിംഗ് തുടങ്ങുന്നത്? 10 മണി. 10 മണിക്ക് തുടങ്ങത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾ മുമ്പേ വന്നിരിക്കും. പിന്നീട് പുറകെ പിന്നെ അവസാനം കോഴഞ്ചേരി ചന്ത വെച്ച് പിന്നെ കണ്ടുമുട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അതാ എബ്രായ ലേഖനം 3:14 പറയുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. എബ്രായ ലേഖനം പഠിക്കും മുറുകെ പിടിക്കാൻ ചില വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആദ്യ വിശ്വാസം എന്ത് ചെയ്യണം? അവസാനത്തോളം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചു. ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. പിടികിട്ടി. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ എഫെസോസിൽ ഇപ്പോഴും ഉണ്ട്.
നേരത്തെ നല്ല രീതിയിൽ വന്നൊരു ചർച്ചയായിരുന്നു, ദൈവസ്നേഹമുള്ള ചർച്ചയായിരുന്നു. അവിടുത്തെ തുടക്കം വളരെ ഭയങ്കരമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 19 വായിര് 20 വായിര് അവിടെ എഫെസോസ് സഭയുടെ തുടക്കം നല്ലതായിട്ട് അവിടെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇത്രയും വിഷയങ്ങൾ അവിടെ ഉണ്ട്. അത് നീ കറക്റ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് സഭയുടെ പാസ്റ്റർക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വേഗം വായിച്ച, പെട്ടെന്ന് നിർത്താം. ആജ്ഞയുടെ ഉദ്ദേശം അത് വേണ്ട. ഇനി ഓക്കെ, ഇത് പോയി. ഇനി ഇവിടുന്ന് ഇപ്പൊ AD 65 ഒരു 30 വർഷം കഴിഞ്ഞ് ഒരു തലമുറ പോയി. എഫെസോസ് ലേഖനം കൂടാതെ 1 തിമോഥെയോസ് കഴിഞ്ഞ് ഇതേ സഭയ്ക്ക് വീണ്ടും ലേഖനം വരുന്നുണ്ട്. ആ ലേഖനം വരുമ്പോൾ ഒരു തലമുറ പറഞ്ഞു 30 വർഷം കഴിഞ്ഞ് ആ സഭയ്ക്ക് വീണ്ടും ഒരു ലേഖനം. അന്നേരം ആ സഭയുടെ പാസ്റ്റർ ആരാന്നറിയാമോ? യോഹന്നാൻ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ആ സഭയ്ക്ക് ഒരു ലേഖനം എഴുതി. അടുത്ത് പറയും അതിൻ്റെ എഫെസോസ് എഴുതിയ ലേഖനം വെളിപ്പാട് 2 അതിൻ്റെ 2:3 മുതൽ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ 7-ാം വാക്യം വായിച്ചേ. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് 2:1 മുതൽ വായിച്ചാൽ എഫെസോസ്. അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് പെട്ടെന്ന് ആ വീട് മാത്രം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. അടുത്ത് വായിച്ചു വരുമ്പോൾ ഇതുണ്ട്. പിന്നെ നിന്റെ ആദ്യ വിശ്വാസം അല്ല, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഞാൻ നിന്റെ പ്രവൃത്തി അല്ലല്ല, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആ വാക്യം എത്രാമത്തെ വാക്യമാ? 4. സ്തോത്രം. 4-ാമത്തെ വാക്യം പറയാണ്. അതൊന്ന് വായിച്ചോ വേണേ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മതി, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഏകദേശം 40 വർഷം കഴിഞ്ഞു സഭ തുടങ്ങിയിട്ട്. ഇപ്പൊ എത്രയായി? എഫെസോസ് സഭയുടെ പ്രായം ഇപ്പൊ എത്രയായി? 40 വയസ്സായി സഭയ്ക്ക്. 40 വയസ്സായപ്പോഴത്തേന് അവസ്ഥ കണ്ടോ? എന്താണ്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നൊരു മരുന്നുണ്ട്. നീ ഏതിൽ നിന്ന്, നമുക്ക് അവസാനിപ്പിക്കാം. അവിടെ പറയുന്നൊരു മരുന്നുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ശ്രദ്ധിക്കുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇംഗ്ലീഷിൽ 3 വാക്കാണ്, 3 R വരുന്നുണ്ട്. ഏതിൽ നിന്ന് ഓർക്കണം? റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിപ്പീറ്റ്. മനസ്സിലാവുന്നുണ്ടോ? 3 വാക്ക് അവിടെ വരുന്നുണ്ട്. ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിപ്പീറ്റ്. എവിടെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടത്? എവിടെയാണ് എൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത്? എവിടെയാണ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഞാൻ പരാജയപ്പെട്ടത്? ഇന്ന് ഞാൻ അതിലേക്ക് മടങ്ങി വരും. ഞാൻ ക്രിസ്തുവിലാണ്. ഞാൻ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സ്വർഗത്തിലായിരിക്കുന്നത്, ഞാൻ സഭയിലായിരിക്കുന്നത്, ഞാൻ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം എന്നെ ഒരു കുടുംബത്തിലാക്കി വെച്ചിരിക്കുന്നു. അതേസമയം ഞാൻ ഒരു പോർക്കളത്തിലുമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, പാളിച്ചകൾ, പരാജയങ്ങളൊക്കെ എല്ലാം മാറ്റി പൂർവാധികം ശക്തിയോടെ ഒരു നല്ല ക്രിസ്തുയേശുവിൻ്റെ ഒരു നല്ല ഭടനായി പോരാട്ടം കഴിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് നല്ല കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നന്നായി കരങ്ങളെ തട്ടി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം കൊണ്ട് നമ്മെ ബലപ്പെടുത്തിയ ആമേൻ ഒരു വിശ്വാസി എവിടെയാണ് എന്നതിൻ്റെ വ്യക്തമായ അനുഭവങ്ങൾ വളരെ ശക്തമായി നമ്മളോട് ഇടപെട്ട ദൈവവചനത്തിനായി, കർത്താവിൻ്റെ ദാസനായി, തൻ്റെ കുടുംബത്തിനായി, തൻ്റെ ജോലിക്കായി, തൻ്റെ ശുശ്രൂഷയ്ക്കായി, തൻ്റെ മാതാവിനായി, തൻ്റെ സഹോദര കുടുംബത്തിനായി എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ഇന്ന് പകൽ ഇത് നമ്മുടെ ലൈഫ് മാറുന്ന ഒരു മെസ്സേജ് ആയി തീരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ആഴമായിട്ട് അവിടുന്ന് തൊടുന്ന ഒരു അനുഭവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഇടയിലൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയി. നമ്മുടെ പ്രിയ രാഹുലിൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെട്ടു. അവനൊരു ഹൈന്ദവ വിശ്വാസ അനുഭവത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ന് 2 മണിക്ക് അതിൻ്റെ ഫ്യൂണൽ സർവീസ് രാഹുലിൻ്റെ വീട്ടിൽ നടക്കുകയാണ്.
ആമേൻ. പ്രത്യേകിച്ച് രാഹുലിനെ ഓർത്ത്, നമ്മുടെ പ്രിയ പൈതൽ വാവയെ ഓർത്ത്, ആമേൻ, രോഹിത്തിനെ ഓർത്ത് നമുക്ക് അവിടുന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവ് അവരെ ആമേൻ സുരക്ഷിതമായിട്ട് അവിടുന്ന് സൂക്ഷിക്കട്ടെ. അവിടെ നടക്കുന്ന ആമേൻ ഹല്ലേലൂയ ക്രിയകളോ കാര്യങ്ങളോ ഒന്നും ആമേൻ ഈ കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തിന് തടസ്സം വരാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുന്ന് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. ഫ്യൂണറൽ സർവീസിൽ ആമേൻ പോകുവാനും അറ്റൻഡ് ചെയ്യാനും ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമാകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. കോന്നി വരെ ആമേൻ വേഗത്തിൽ എത്തണം. ആമേൻ. നിങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാവരും രാഹുലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. രോഹിത്തിന് വേണ്ടി, വാവയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആമേൻ, ഞങ്ങളുടെ പ്രിയ സഹോദരനായ സ്തോത്രം. താൻ തനിയെ വിശ്വാസാനുഭവത്തിനകത്ത് യേശുവുമായിട്ടുള്ള സ്നേഹത്തിൽ അവിടുന്ന് ദൈവസഭയുടെ ഭാഗമായി നിൽക്കുന്നു. ഞങ്ങളുടെ പ്രിയ പൈതൽ രോഹിത് കർത്താവേ GCHന്റെ ഭാഗമായി ആമേൻ ഞങ്ങളുടെ കൂടെ അവിടുന്ന് ആയിരിക്കുന്നു. ആ ഭവനത്തിൽ സംഭവിച്ച ആമേൻ ആ വേർപാടിൽ ആമേൻ അവർക്ക് മാനുഷികമായ നിലയിലുള്ള ബന്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട നഷ്ടം ഒരു വലിയത് തന്നെയാണ്. എന്നാൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഏൽപ്പിക്കുകയാണ്. ശാരീരികമായോ മാനസികമായോ യാതൊരു ബുദ്ധിമുട്ടുകളും അവർക്ക് ആമേൻ അനുഭവിപ്പാൻ ഇടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെയിരിക്കും. ആ ഫ്യൂണറലിൽ പോകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ബലപ്പെടുത്തണം. വാഹനങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കണം. ദൈവ സാന്നിധ്യത്തിൽ പൊതിയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ബിജിപാസിലൂടെ കേട്ട വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തേ. എഫേസ്യ ലേഖനത്തിൻ്റെ ഘനമേറിയ ദൈവമർമ്മങ്ങൾ കർത്താവ് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഒന്നും മാത്രം അതിനകത്തുനിന്ന് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് എല്ലാത്തിനെയും തൊട്ടും കുറച്ച് ദൈവശബ്ദങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് മാത്രം, നമ്മുടെ ഭവനം ഒരാലയമായി മാറണം. നമ്മുടെ ഭവനം ഒരാലയമായി മാറണം. എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ വീട്ടിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, എൻ്റെ വീട്ടിൽ നിന്ന് ഉയരുന്ന ആരാധന എൻ്റെ അടുത്ത ദേശങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാകണം. കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ ബന്ധം അവനെന്നിലും ക്രിസ്തുവിലും ഞാൻ അവനിലും നിക്ഷേപമാ അവനെന്നിലും അവനെന്നിലും ഞാൻ അവനിലും ആരാധ്യനേ
യേശുവപ്പാ. എൻ ദൈവമേ, എൻ ദൈവമേ, ഞാൻ വാഴ്ത്തിടുമപ്പാ. അപ്പാ, എൻ ജീവനെ ഞാൻ പാടിടും. എല്ലാ നാളും യേശു എന്നത് ആരാധന. എൻ ദൈവമേ, ഞാൻ വാഴ്ത്തിടുമപ്പാ. ഇന്ന് പകല ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ കർത്താവ് ഒന്ന് പൊതിയട്ടെ. ഉറപ്പ് കൊടുക്കാൻ, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. ക്രിസ്തുവിന്റെ സഭ, സഭയുടെ ക്രിസ്തു, ഇത് രണ്ടും ഒരുപോലെ ഇന്ന് പകൽ ആത്മാവിനൊന്ന് സമ്മേളിക്കട്ടെ. യേശുവേ, എന്റെ ജീവന്റെ ജീവനെ ഞാൻ പാടുമപ്പാ, ഞാൻ ഉയർത്തുമപ്പാ. Yes, 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 yes. Appa. ഉറപ്പ് പറ, ഉറപ്പ് പറ. അവനെന്നിലും ഞാൻ അവനിലും. Yes, yes, yes. നിക്ഷേപമാ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഒരു വിശ്വാസിയായിരിക്കേണ്ട 6 മേഖലകൾ ഞങ്ങൾ കേട്ടു. കർത്താവേ, ഞങ്ങളുടെ ലൈഫ് യാത്ര ചെയ്യുന്ന ഓരോ അനുഭവത്തിനകത്തും ഞങ്ങൾ ക്രിസ്തുവിലും, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു ഞങ്ങളിലുമായി സഭ ക്രിസ്തുവിൽ വളരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവേ, സഭ, എഫെസോസ് സഭ പോയ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഇന്ന് ആത്മാവിൽ ആഗ്രഹിച്ചു കൊതിയോടെ പറയാണ്, ഞങ്ങളെ വ്യക്തിപരമായി നോക്കുമ്പോൾ ഞങ്ങളൊരു പരാജിതർ എന്ന് പരിശുദ്ധാത്മാവിന് പറയാൻ ഇടയില്ലാതെ വണ്ണം ആത്മാവിൽ വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങളുടെ നിത്യതയ്ക്ക് അനുഗ്രഹമാകട്ടെ. ശുശ്രൂഷങ്ങളുടെ അഭിഷേകത്തിന് ദൈവം ബലപ്പെടുത്തും. ശക്തമായി വാത്സല്യ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം നിർത്തും.
ഞങ്ങൾ ഹൃദയം കൊണ്ട് ബ്ലസ് ചെയ്യുന്നു, ദൈവവചനം കൊണ്ട് ബ്ലസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ അങ്ങയുടെ ദാസനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൊണ്ടായി നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയാം കുടുംബത്തോടും ശുശ്രൂഷ കർത്തൃത്വത്തിനോടും തന്നെ ശുശ്രൂഷകളോടും തന്നെ കുടുംബത്തോടു കൂടി ക്രിസ്തു യേശുവിന്റെ രണ്ടാമത് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവിന്റെ ദാസനെ ദൈവം നമ്മുടെ നടുവിൽ